ഇപ്പൊ പഠിക്കുന്ന കാലത്തൊക്കെ ചിലരോട് ഇഷ്ടം തോന്നിട്ടുണ്ടാവില്ലേ? അവരൊക്കെ ഇപ്പൊ കല്യാണം കഴിച്ചൊക്കെ പോയിട്ടുണ്ടാവും. ചിലപ്പോൾ പറയാൻ പറ്റാത്ത എത്രയോ പ്രണയങ്ങളുണ്ടായിരുന്നു. അതെ, UK മാത്രമല്ല, ഇന്ത്യക്ക് പുറത്തുള്ള പല രാജ്യമായിട്ടും എന്താണ് മലയാളിയുടെ ഒരു ബന്ധം, എങ്ങനെയാണ് അങ്ങോട്ട് പോണത്, അതിൻ്റെയൊക്കെ ഒന്ന് ഒരു അഡ്രസ്സ് ചെയ്യുന്ന സിനിമയായിരിക്കും. മൂസയൊന്നും ചെയ്യുമ്പോൾ നമ്മൾ ഒരിക്കലും ചെല്ലുന്നു. മൂസയെ കുറിച്ചൊക്കെ ആൾക്കാർ പറയുന്നത് കേൾക്കുമ്പോൾ നമ്മൾ അന്ന് എടുത്ത എഫേർട്ടിന് കൂലി അല്ലെ പ്രതിഫലം കിട്ടിയല്ലോ എന്നുള്ളൊരു സന്തോഷമുണ്ട്. മൈക്കും കൽബും ഒരു കമ്മിങ് ഓഫ് ഏജ് സ്റ്റോറീസ്, ലവ് സ്റ്റോറീസ് എന്ന് പറയാം. ഗോളത്തിൽ കുറച്ചൊരു സീരിയസ് പോലീസ് ഓഫീസർ റോഡ്, ഇതൊരു പക്ക ഒരു നാട്ടുപുറത്തുകാരൻ, ഒരു ബോയ് നെക്സ്റ്റ് ഡോർ. മുണ്ടെടുത്ത രഞ്ജിത്ത്, അതാണ് ആദ്യം മനസ്സിൽ. പക്ഷെ പക്ക അതുപോലെയല്ല, IELTS ഒക്കെ പഠിക്കണം അങ്ങനത്തെ ഒരു സ്റ്റുഡൻറ്റിൻ്റെ ഒരു ക്യാരക്ടറാണ്. ഫസ്റ്റ് കഥ കേട്ട് പറഞ്ഞ് പടമൊക്കെ കൊള്ളാം, ഞാൻ ചെയ്യില്ല. പരനാവശ്യം കൊണ്ട് ഇറങ്ങി സൂപ്പർ ഹിറ്റായി. അനൂപ് സത്തിനെ പോലൊരു കൃത്യമായിട്ട് അനൂപിന് എന്നെ നന്നായിട്ട് അതൊക്കെ ഒരു ഒത്തു വന്ന ഞാൻ പറഞ്ഞേ, ഇതെല്ലാം സംഭവിച്ചതാ. നമുക്കിപ്പോ ഇതിനെ കുറിച്ച് പറയാം. പാട്ട് ഉണ്ടാവണം. എനിക്ക് സീമ ചേച്ചിയോട് അഭിനയിക്കണമെന്ന്, പുള്ളിക്കാരുടെ ആംഗളയായിട്ട് ആണല്ലോ തൻ്റെടിയായ ഒരു പെങ്ങളും ഒരാംഗളയും. നമസ്കാരം. യുണൈറ്റഡ് കിങ്ഡം ഓഫ് കേരള എന്ന സിനിമയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ ഇന്ന് ക്യൂ സ്റ്റുഡിയോയിൽ നമ്മോടൊപ്പം ഉള്ളത് ചിത്രത്തിന്റെ സംവിധായകൻ അരുൺ വൈഗ, ദ ഹീറോ ഓഫ് ദ മൂവി രഞ്ജിത്ത് സജീവ് ആൻഡ് ദ ലെജൻഡ് ജോണി ആന്റണി. വെൽക്കം ടു ദി ഷോ. എല്ലാരും ഓക്കെ അല്ലേ? അതെ, UK ഓക്കെ. അതെ, ഞാൻ ആദ്യം തന്നെ ചോദിക്കാൻ വെച്ചതും അതാണ്. സൈക്കോളജിക്കലി എന്താ പറയാ, ഓക്കെ എന്ന് പറയുമ്പോൾ എല്ലാവരും വിചാരിക്കും പടം എന്തായാലും ഓക്കെയാണ്. അപ്പൊ ഈ ഒരു ടൈറ്റിൽ ഇടാനുള്ള ഫസ്റ്റ് റീസൺ എന്താണ്? UK ഓക്കെ എന്ന് പിന്നെയാണ് പേര് വന്നത്. നമ്മളൊരു ഷോർട്ട് ഫോം ആക്കിയിട്ട് പറയുന്ന ഒരു ടാഗ് ലൈൻ പോലെയൊക്കെ എടുത്താണ്. യുണൈറ്റഡ് കിങ്ഡം ഓഫ് കേരള എന്നാണ് പടത്തിന്റെ പേര്. ആ ടൈറ്റിൽ ഇടാൻ കറക്റ്റ് റീസൺ പടം കണ്ടാലേ കറക്റ്റ് മനസ്സിലുള്ളൂ. കറക്റ്റ് അതിന്റെ കറക്റ്റ് കോണ്ടന്റ് നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പോൾ ആ പേര് കേൾക്കുമ്പോൾ എന്താ നിങ്ങൾക്ക് എന്താ തോന്നിയത്? ശരിക്കും എന്തായിരിക്കും എന്നുള്ളത് എന്നെ സ്ട്രൈക്ക് ചെയ്തത് UK ഓക്കെ ആണ്. സംതിങ് റിലേറ്റഡ് ടു UK സ്ഥലം എന്തായാലും ഉണ്ടാവുമല്ലോ. അതെ, UK മാത്രമല്ല, ഇന്ത്യക്ക് പുറത്തുള്ള പല രാജ്യമായിട്ടും എന്താണ് മലയാളിയുടെ ഒരു ബന്ധം, എങ്ങനെയാണ് അങ്ങോട്ട് പോണത്, അതിൻ്റെയൊക്കെ ഒന്ന് ഒരു അഡ്രസ്സ് ചെയ്യുന്ന സിനിമയായിരിക്കും. നമ്മളുടെ ഫാമിലിയിൽ അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ ഇപ്പോൾ കേരളത്തിൽ വലിയൊരു ഇഷ്യൂ ആയിട്ട് ഇനി അങ്ങോട്ട് മാറിയേക്കാവുന്ന ഒരു ഇഷ്യൂവിനെ നമ്മൾ അഡ്രസ്സ് ചെയ്യണം എന്നുള്ളത്. അത് പക്ഷെ പറഞ്ഞു പോണത് ഒരു അച്ഛൻ്റെയും മകൻ്റെയും ഒരു ഫാമിലി കഥയിലൂടെയാണ്. ഒരു സോഷ്യൽ റെലവൻ്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് പറയാം. ഓക്കെ ജോണി ചേട്ടാ, നമ്മൾ ഈ സിനിമയെ കുറിച്ച് പറയുന്നതിന് മുമ്പ് കുറച്ച് ഹിസ്റ്ററി എന്തായാലും പറയാതെ പറ്റില്ല. എനിക്ക് തോന്നുന്നു കോമഡിക്ക് മലയാള സിനിമയിൽ ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻസ് തന്നിട്ടുള്ള ഒരാളാണ് ചേട്ടൻ. അപ്പോൾ ഇത്രയും വലിയൊരു ഹിസ്റ്ററി ഞാൻ ക്രിയേറ്റ് ചെയ്യും എന്ന് വിചാരിച്ചായിരുന്നോ ചെയ്ത ഓരോ സിനിമകളും? അങ്ങനെ വലിയ ഹിസ്റ്ററി എനിക്കറിയില്ല. എനിക്കിത് ഞാൻ പറഞ്ഞില്ല, നമുക്ക് ചെറിയ കാര്യമാണെങ്കിലും വലിയ കാര്യമാണ്. അതുകൊണ്ട് എന്നാ പറയുന്നത്, ദൈവാനുഗ്രഹം. ഇതൊക്കെ ഓർത്തല്ലോ ആൾക്കാരെ. ഇപ്പം ഞാൻ മൂസയൊന്നും ചെയ്യുമ്പോൾ നമ്മൾ ഒരിക്കലും ചെല്ലുന്നു. മൂസയെ കുറിച്ചൊക്കെ ആൾക്കാർ പറയുന്നത് കേൾക്കുമ്പോൾ നമ്മൾ അന്ന് എടുത്ത എഫേർട്ടിന് കൂലി അല്ലെ പ്രതിഫലം കിട്ടിയല്ലോ എന്നുള്ളൊരു സന്തോഷമുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ല, ഒരു ചെയ്തൊന്നും നമുക്ക് നമ്മൾ ആത്മാർത്ഥത്തോടെ ചെയ്യുന്ന ഒരു പ്രവൃത്തി പാഴാവില്ല എന്ന് എനിക്കും ഇനിയുള്ള തലമുറയ്ക്കും ഒക്കെ സന്ദേശം നൽകുന്ന രീതിയിലാണ് നമുക്ക് മുൻപുള്ളവരുടെയും നമ്മുടെയും ഇനി വരാനിരിക്കുന്നവരുടെയൊക്കെ കാര്യങ്ങൾ. എനിക്കൊന്ന് ജോൺ ചേട്ടൻ ചെയ്തു വെച്ച സംഭവങ്ങളൊന്നും ആർക്കും തൊടാൻ പോലും പറ്റില്ലാത്ത അത്രയും ഒരു എന്താ പറയുക കൾട്ട് എന്നൊക്കെ നമ്മൾ പറയില്ലേ, ഇപ്പോഴാണ് വാക്കൊക്കെ വന്നത്, പക്ഷെ അന്നേ അത് അങ്ങനെയാണ്. അല്ല, എനിക്ക് തന്നെ അത്ഭുതം. ദൈവം ഇതൊക്കെ ഞാൻ എങ്ങനെ ചെയ്തു എനിക്ക് തന്നെ ചിലപ്പം തോന്നും. ഇനി അങ്ങനെ ചെയ്യാൻ പറ്റുമെന്നും ചിലപ്പോൾ തോന്നും. അത് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും സംഭവിക്കുന്നില്ല. ഒരിക്കൽ കളിച്ചൊരു ഇന്നിങ്സ് ഒരു ബാറ്റ്സ്മാനും പിന്നെ കളിക്കണമെന്നില്ല. പക്ഷെ ലെജൻഡാണ്. ഓക്കെ, കമ്മിങ് ടു യു. ഗോളം ഞാൻ തിയേറ്ററിൽ പോയി കണ്ടൊരു പടമാണ്. സോ ഈ സിനിമയെ കുറിച്ച് പറയുന്നതിന് മുമ്പ് യു വർ ഏബിൾ ടു പുൾ യുവർ ഓഡിയൻസ് ടു ദ തിയേറ്റർ. അത് എങ്ങനെയാണ് ആ മാജിക് സംഭവിച്ചത്? അത് ശരിക്കും അത് മൊത്തം പടത്തിന് ശരിക്കും നന്ദി പറയേണ്ടത്. എന്ന് പറഞ്ഞാൽ പടം എന്ന് പറഞ്ഞാൽ ഏതായാലും അതൊരു കൊളാബറേറ്റീവ് എഫേർട്ട്, ആക്ടേഴ്സും ആർട്ടിടെക്ചേഴ്സും എല്ലാം വരുമ്പം. സോ ഗോളത്തിനെ പറ്റി പ്രത്യേകിച്ച് പറഞ്ഞാൽ അതൊരു വേർഡ് ഓഫ് മൗത്തിലൂടെ സ്പ്രെഡ് ചെയ്തു. കാരണം ആ സമയത്ത് എനിക്ക് തോന്നുന്നു കൽബ് തിയേറ്ററിൽ ഇറങ്ങിയ സമയമൊന്നും അത്രയ്ക്ക് നന്നായി. പിന്നെ OTT കുറച്ചുകൂടി ഒരു സെക്കൻഡ് ലൈഫ് കിട്ടിയത്. പക്ഷെ അതിന് മുന്നേ ഗോളം റിലീസ് ചെയ്യപ്പോൾ മിക്ക ആൾക്കും എന്നെ അറിയത്തില്ലായിരുന്നു, മൈക്ക് കണ്ടിരിക്കാം. പക്ഷെ അപ്പം ഒരുപാട് പുതിയ ന്യൂ ഫേസസ്, ഒരു പുതിയ ഡയറക്ടറും ആയിരുന്നു. സോ അത് ഫുള്ളി വേർഡ് ഓഫ് മൗത്തിലെ ഒരു വിശ്വാസം കൊണ്ട് അത് ശരിക്കും അത് തിയേറ്ററിൽ ഓടിയത്. സോ അത് എൻ്റെ ഓഡിയൻസ് ആ ഒരു പടം എത്ര ഒരു സ്റ്റാർ വാല്യൂ ഉണ്ടെങ്കിലും എത്ര ഒരു വലിയൊരു സ്റ്റാർ കാസ്റ്റ് ഉണ്ടെങ്കിലും അത് കോണ്ടന്റ് നല്ലതാണെങ്കിലും ഓഡിയൻസ് സ്വീകരിക്കും. അത് അവരെ പടം സക്സസ് എന്തായാലും UK ഓക്കെനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അല്ലേ? കമ്മിങ് ടു കോൺഫിഡൻസും അതാണ്. ഡെഫിനറ്റ്ലി കമ്മിങ് ടു ദിസ് മൂവി, അതിന്നൊക്കെ കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു അപ്പിയറൻസും എല്ലാമാണ്. സോ ടെൽ us about your character.
സോ ഇതിൽ ഞാൻ പ്ലേ ചെയ്യുന്ന ക്യാരക്ടർ ടോണി എന്ന പുള്ളിൻ്റെ പേര്. ഇത് ഞാൻ എൻ്റെ കഴിഞ്ഞ പടങ്ങളിലെടുത്ത ഖൽബായാലും ഗോളമായാലും മയക്കായാലും മൈക്കും ഖൽബും ഒരു കമ്മിങ് ഓഫ് ഏജ് സ്റ്റോറീസ്, ലവ് സ്റ്റോറീസ് എന്ന് പറയാം. ഗോളത്തിൽ കുറച്ചുകൂടി സീരിയസ് പോലീസ് ഓഫീസർ റോഡ്. ഇതൊരു പക്ക ഒരു നാട്ടുപുറത്തുകാരൻ, ഒരു ബോയ് നെക്സ്റ്റ് ഡോർ അവതരിപ്പിക്കാൻ നോക്കിയത്. കാരണം ഇത് ചർച്ച ചെയ്യുന്ന ഒരു ഇഷ്യൂ തന്നെ ഒരു ഇപ്പോഴത്തെ യൂത്ത് നേരിടുന്ന ഒരു ഇഷ്യൂ. അപ്പോഴത്തേക്ക് അവർക്ക് എല്ലാവർക്കും റിലേറ്റബിൾ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആയിരിക്കണം, അവർക്ക് എല്ലാവർക്കും ഒരു റിലേറ്റബിലിറ്റി ഫീൽ ചെയ്യാൻ ഈ പടത്തിലൂടെ. സോ ഞാൻ ആദ്യം സ്ക്രിപ്റ്റ് കേട്ടപ്പോൾ അത്രയ്ക്ക് വർക്കായില്ല. പിന്നെ എല്ലാ ഇന്റർവ്യൂലും പറഞ്ഞു. അതെ അല്ല, അത് മാത്രമല്ല, കാരണം എനിക്കൊന്നും മൈക്കേ ഇറങ്ങിയിട്ടുള്ളായിരുന്നു ആ സമയത്ത്. കൽബ് ഷൂട്ട് കഴിഞ്ഞിട്ടുള്ള സമയത്ത് ഷൂട്ട് കഴിഞ്ഞു, ഗോളത്തിന്റെ ഷൂട്ട് പടം നറേറ്റ് ചെയ്യാൻ അരുൺ വന്നത്. അപ്പോഴത്തേക്ക് ആ സമയത്ത് കേട്ടപ്പോൾ എനിക്ക് കോണ്ടന്റ് ഇഷ്ടപ്പെട്ടു. പക്ഷെ ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ ഞാൻ ചെയ്യണോന്ന് കുറച്ചൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് നമ്മൾ റീവർക്ക് ചെയ്ത് എനിക്ക് ഫീൽ ചെയ്ത്. കാരണം ഇപ്പം ഞാൻ ഇതുവരെ ചെയ്ത ക്യാരക്ടേഴ്സിൽ ഒരു ഡിഫറൻസ് ഉണ്ട്, ഒരു പുതുമയുണ്ട് ഈ ക്യാരക്ടറിന്. കാരണം ഇപ്പോൾ ആസ് എൻ ആക്ടർ അത് എന്നെ ഏറ്റവും ഇൻട്രസ്റ്റ് ചെയ്യുന്ന ഒരു പെർസെപ്ഷൻ എന്നും പറയാം. കാരണം നമ്മൾ ചെയ്ത കാര്യം സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരുന്നത് അത് പിന്നെ ആൾക്കാർക്ക് മടുക്കും. അപ്പോഴത്തേക്ക് ഒരു പുതിയ ഷെയ്ഡ് എനിക്ക് അവതരിപ്പിക്കാനുള്ള ഒരു പൊട്ടൻഷ്യൽ ഉണ്ട് ഈ ടോണി എന്ന് പറഞ്ഞ ക്യാരക്ടറിലൂടെ. പിന്നെ അത് മാത്രമല്ല, വളരെ സോഷ്യലി റെലവെന്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ്. അതെനിക്ക് ശരിക്കും കണക്റ്റായി. കാരണം ഇപ്പം ഈ പ്രധാനപ്പെട്ട് ഇപ്പം എനിക്ക് തോന്നുന്നു പറയേണ്ട ഒരു സബ്ജക്റ്റ് തന്നെ. പക്ഷെ അത് ഒരു ഫാമിലി എന്റർടൈനറിലൂടെ നമ്മൾ പറയുന്ന ഒരു വിഷയമാണ് അത്. സോ എനിക്ക് ഫീൽ ചെയ്തു ഇങ്ങനത്തെ ഒരു പടം എനിക്ക് ഉറപ്പായിട്ടും ചെയ്യണം. ഒരു പുതിയ ഷെയ്ഡ് എനിക്ക് കാണിക്കാൻ പറ്റുന്ന ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. അതെ, ആസ് എ പേഴ്സൺ ഓൾസോ ഡിഫറെന്റ് ആണ് ചെയ്ത ആസ് മൂവീസ്. ആൻ ആർട്ടിസ്റ്റ് ഓൾസോ, ആസ് ആൻ ആക്ടർ ഓൾസോ ഇറ്റ്സ് ഡിഫറെന്റ് എനിക്ക് ഫീൽ ചെയ്തത്. ആൻഡ് കമ്മിങ് ടു അരുൺ, നേരത്തെ ചെയ്ത മൂവീസിനൊക്കെ കുറച്ച് ഡിഫറെന്റ് ആണോ ഈ സിനിമ? കുറച്ചധികം അല്ലേ? അപ്പൊ ഇങ്ങനത്തെ ഒരു സിനിമയിലേക്കുള്ള ഇൻസ്പിറേഷൻ എന്തായിരുന്നു? എനിക്ക് നമ്മളിപ്പോൾ ഒരു സൊസൈറ്റിക്ക് വേണ്ടി എന്തെങ്കിലും ലൈഫിൽ ചെയ്യണം എന്നൊക്കെ എല്ലാവരും ആഗ്രഹിക്കുന്നതാണ്. ഞാൻ പണ്ട് ഈ പറഞ്ഞ പോലെ രാഷ്ട്രീയ പരിപാടിയൊക്കെ നാട്ടിൻപുറത്തുള്ളതാണ്. അപ്പോൾ ഈ സിനിമ ശരിക്കും നമ്മൾ ഇതിലേക്ക് യാദൃശ്യമായിട്ട് വന്നതാണ് ഇങ്ങനത്തെ ഒരു സിനിമ ചെയ്യാൻ. ഞാൻ ഇപ്പോൾ ഗുണ്ടജയൻ കഴിഞ്ഞിട്ട് വീണ്ടും ഒരു ഹ്യൂമർ സബ്ജക്റ്റ്, ആദ്യം ഒരു ത്രില്ലർ പടമാണ് പ്ലാൻ ചെയ്തത്. ഡിഫറെൻ്റ് ആയിരിക്കണം എന്നുണ്ട്, എല്ലാ പടങ്ങളൊന്നും കൈവയ്ക്കാൻ ഒരാഗ്രഹം ഉണ്ടായി. ഞങ്ങൾ ഗുണ്ടജയൻ സെക്കൻഡ് ആണ് പ്ലാൻ ചെയ്തത്. അപ്പോൾ അതിൻ്റെ എഴുത്തും കാര്യങ്ങളൊക്കെ പോകുന്ന സമയത്താണ് ജോണി ചേട്ടൻ വഴി ഇങ്ങനൊരു സിനിമ വന്നത്. അപ്പോൾ ഞാൻ ആദ്യം രഞ്ജിത്തിൻ്റെ അതിന് മുന്നുള്ള രണ്ട് സിനിമ മൈക്ക് കണ്ടു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഗൾബിൻ്റെ ഒരു പ്രിവ്യൂ പോലെ എനിക്ക് കാണാൻ പറ്റി. പിന്നെ ഗോളത്തിൻ്റെ സബ്ജക്റ്റ് എനിക്ക് ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ പോലീസ് ഓഫീസറാണ്, ഇങ്ങനത്തെ ഒരു ത്രില്ലർ പരിപാടിയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു രഞ്ജിത്ത് എന്ന് പറയുന്ന നടലിൽ നിന്ന് ഇപ്പോൾ രഞ്ജിത്ത് എന്ന് പറഞ്ഞ ആളെ കാണുമ്പോൾ ഇങ്ങനത്തെ സിനിമകളായിരിക്കും ഇയാൾ ചെയ്തുകൊണ്ടിരിക്കണം എന്നൊരു തോന്നലുണ്ടാവും. അപ്പോൾ അതിൽ നിന്ന് വിട്ടിട്ടൊരു എന്തെങ്കിലും ഒരു പരിപാടി ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. ഇയാൾ എന്താണ് ചെയ്യണം, മുണ്ടെടുത്ത രഞ്ജിത്ത്, അതാണ് ആദ്യം മനസ്സിൽ. പക്ഷെ പക്ക അതുപോലെയല്ല, IELTS ഒക്കെ പഠിക്കണം അങ്ങനത്തെ ഒരു സ്റ്റുഡൻറ്റിൻ്റെ ഒരു ക്യാരക്ടറാണ്. പിന്നെ ഇതുപോലത്തെ ഇങ്ങനൊരു സബ്ജക്റ്റ് നമ്മൾ പറയുമ്പോൾ എല്ലാവരും ചിലപ്പോൾ അത് പ്രൊഡ്യൂസ് ചെയ്യാൻ എത്രത്തോളം അത് കാര്യത്തിലൊരു ഭയങ്കര എൻ്റർടൈൻമെൻറ്റ് അടിച്ചുപൊളി അങ്ങനത്തെ ഒരു സിനിമയല്ല. ഇപ്പോഴത്തെ യൂത്തിൻ്റെ സിനിമകളൊക്കെ അറിയാമല്ലോ, ഒന്ന് മോശമെന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ അതൊന്നും അല്ലാതെ യൂത്തിന് ചെയ്യാൻ കുറച്ച് കാര്യങ്ങളുണ്ട്. പക്ഷെ യൂത്തിൻ്റെ മാത്രമായിട്ട് നമുക്ക് അങ്ങനെ പറഞ്ഞു പോകാനും പറ്റത്തില്ല. കുറച്ച് അപ്പോൾ ജോണിച്ചേൻ്റെ ക്യാരക്ടർ അപ്പനാണ്, റോയിച്ച് എന്നാണ് ക്യാരക്ടറിൻ്റെ പേര്, ടോണി. ഇങ്ങനത്തെ 2 പേരെ വെച്ചിട്ട് നമ്മൾ ഈ ഒരു സബ്ജക്റ്റിലേക്ക് വന്നു. അത് പ്രൊഡക്ഷൻ ഫ്രാഗ്രനേച്ചർ ഫിലിം ക്രിയേഷൻസും പൂയപ്പള്ളിയും ചേർന്നുണ്ട്. ആൻ മാഡം, സജീവ് സാർ, അലക്സ് സാർ. അവർ ഈ സബ്ജക്റ്റ് കേട്ടിട്ട് പല ഇൻ്റർവ്യൂവിൽ ഇങ്ങനെ ചോദിച്ചു, രഞ്ജിത്ത് എങ്ങനെ പാരൻസ് അങ്ങനെ പടം ചെയ്യണത്. ആക്ച്വലി ഞാൻ അത് പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ, ഇത് ഒരു നല്ല സിനിമ എൻ്റെ ഫസ്റ്റ് മീറ്റിങ്ങിൽ പറഞ്ഞത്, നമ്മളുടെ പ്രൊഡക്ഷൻ്റെ ഒരു ഇതെന്ന് വെച്ചാൽ നമുക്കൊരു നല്ല സിനിമ തീരുമ്പോൾ നല്ല സിനിമയാണെന്ന് പറയാം. അല്ലാണ്ട് സൂപ്പർ ഹിറ്റുമായി ഓഫ് കോഴ്സ് ഉറപ്പാണ്, ബിസിനസ് ആവണം, അതൊക്കെ വേണം. അപ്പോൾ ആ ഒരു കോൺഫിഡൻസ് ഉണ്ടാവും ഇങ്ങനത്തെ ഒരു സബ്ജക്റ്റ് എഴുതിക്കും. ഓക്കെ, ഞാൻ ശരിക്കും ഡീറ്റെയിൽ സ്ക്രിപ്റ്റ് ഒന്നും ഉണ്ടായില്ല, ഒരു നരേഷൻ മാത്രം ഉണ്ടായില്ല. രഞ്ജിത്താണെങ്കിൽ രഞ്ജിത്തിൻ്റെ ഈ സബ്ജക്റ്റ് പറയുമ്പോൾ രഞ്ജിത്തിൻ്റെ ക്യാരക്ടറിൻ്റെ സമയത്ത് ഇങ്ങനെ ഇരിക്കും നമ്മളുടെ മുഖത്ത് വെക്കും. ഞാൻ ഈ ഗുണ്ടജയം കഴിഞ്ഞ അടുത്ത പടത്തിന് വേണ്ടിയിട്ട് വേറെ ഒരുപാട് ആർട്ടിസ്റ്റ് എടുത്ത് പോയിട്ടുണ്ട്. പക്ഷേ എല്ലാവരും ചിലപ്പോൾ ഇരിക്കും, ചിലർ ഉറങ്ങുണ്ടാവും, ചില ഫോൺ നോക്കിയിട്ടുണ്ട്. ഈ ചങ്ങാതി അങ്ങനെയല്ല, ഇദ്ദേഹം ഇങ്ങനെ നോക്കുന്നത്. അപ്പോൾ നമ്മളും കൺഫ്യൂഷനാകും. ഫസ്റ്റ് കഥ കേട്ട് പറഞ്ഞ് പടമൊക്കെ കൊള്ളാം, ഞാൻ ചെയ്യില്ല. പക്ഷേ അപ്പോൾ ഞാൻ ചെയ്യും അതെന്തായിരിക്കും. അപ്പോൾ എനിക്ക് തോന്നുന്നത് എൻ്റെ നരേഷൻ അത്ര നല്ലതാവുന്നില്ല. ഇയാൾ ഇത്ര ഓവർ ഇങ്ങനെ ഫോക്കസ് ചെയ്യുമ്പോൾ ഞാൻ കൺഫ്യൂഷനായോ, പുള്ളിയുടെ ക്യാരക്ടർ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നൊക്കെയാണ് കറക്റ്റായിട്ട് ചിന്തിക്കുന്നത്. അപ്പോൾ അതെനിക്ക് ശരിക്കും മനസ്സിലായത് ഷൂട്ടിൻ്റെ സമയത്താണ്. പുള്ളി അത്രയും ഡെഡിക്കേറ്റഡ് ആണ് പുള്ളിയുടെ കാര്യങ്ങൾ. ഇങ്ങനെ ഒരു സബ്ജക്റ്റ് വന്നു, പ്രൊഡക്ഷനൊക്കെ ജോണിച്ചേരുടെ അടുത്ത് സ്ക്രിപ്റ്റിനെ പറ്റി സംസാരിച്ചു. ഓൾറെഡി വേറൊരു പടം പ്ലാൻ ചെയ്താണ് വന്നത്. അതിൻ്റെ കഥാസന്ദർഭങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് തുടങ്ങിയത് നമ്മൾ. പക്ഷെ എനിക്ക് ഇങ്ങനത്തെ ഒരു പടം ചെയ്യണമെന്നുണ്ടായി. പ്രൊഡക്ഷൻ്റെ എല്ലാ സപ്പോർട്ടും ഉണ്ടായി. ജോണിച്ചേരൻ സ്ക്രിപ്റ്റിൽ ഞങ്ങൾ ചില കാര്യങ്ങൾ എല്ലാവരും ഡിസ്കഷൻ ഉണ്ടാകും. അപ്പോൾ യാദൃശ്യമായിട്ട് വന്നാൽ അതിൻ്റെ പ്ലാൻ ചെയ്ത് വന്ന പടമല്ല. പക്ഷേ ഇപ്പോൾ ചെയ്തു വന്ന് ഇവിടെ നിൽക്കുമ്പോൾ
കിട്ടുന്ന ഒരു സംതൃപ്തി എന്ന് വെച്ചാൽ പ്രൗഡാണ്. ഉറപ്പായിട്ടും ഇങ്ങനത്തെ ഒരു സിനിമ ലൈഫിൽ ചെയ്തത് ഒരു ഭാഗ്യമാണ്. ഇപ്പോൾ മനോരമയുടെ തന്നെ ഒരു ആൾ നമ്മുടെ ജസ്റ്റ് പ്രിവ്യൂ കണ്ടിട്ട് പ്രൊഡ്യൂസർ അലക്സാറിനടുത്ത് ഇങ്ങനെ പറഞ്ഞു, അതായത് ഈ സിനിമയെ എത്രമാത്രം ഹിറ്റ് അടിക്കും എന്നുള്ളത് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല, അറിയാമല്ലോ എല്ലാ സിനിമയും അങ്ങനെയാണ്. പക്ഷേ നിങ്ങൾക്ക് അഭിമാനിക്കാവുന്നൊരു സിനിമയായിരിക്കും. ആ ഒരു കോൺഫിഡൻസ് ഞങ്ങളുടെ ടീമിനുണ്ട്. അത് 23-ാം തീയതി സംഭവിക്കട്ടെ. മെയ് 23 തിയേറ്റേഴ്സിൽ എന്തായാലും അത് അറിയും റിസൾട്ട്. ഓക്കെ, ജോൺ ചേട്ടാ, ഇപ്പൊ ഇൻഡസ്ട്രിയിൽ വന്നിട്ട് ഒത്തിരി വർഷമായി, എനിക്ക് തോന്നുന്നു more than 30 years. അപ്പൊ പണ്ട് ഈ ഡിറക്ട് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഈ ആക്ടേഴ്സിന്റെ അടുത്ത് ആൾക്കാർ ഇങ്ങനെ പൊതിഞ്ഞു വരുന്നു, ഫോട്ടോ എടുക്കുന്നു, കുറച്ച് കഴിഞ്ഞപ്പോഴായാലും സെൽഫി ഒക്കെ ഇടുന്ന ഒരു സമയം വന്നപ്പോഴും അത് കുറച്ച് ദൂരെ മാറിയെന്ന് കണ്ട ആളായിരിക്കുമല്ലോ. ഇപ്പം ആ പൊസിഷനിലേക്ക് എത്തിയില്ലേ, ഇപ്പൊ ആൾക്കാർ ഓടി വരുന്നു, ഭയങ്കര ഫാൻ ഫോളോയിങ്, സെൽഫി എടുക്കുന്നു. സോ അപ്പൊ എന്താ തോന്നുന്നത്? ഒന്നുമില്ല, ഇതൊക്കെ നിലനിൽക്കണേന്ന് പ്രാർത്ഥിക്കും. ഏതാ എന്നാലും ആ മൈൻഡ് ഷിഫ്റ്റ് ഉണ്ടോ? എനിക്ക് ഈ പറഞ്ഞാൽ ഞാൻ എന്നോട് പല സുഹൃത്തുക്കളും പറയാറുണ്ട്, ജോണിക്ക് മാത്രം ഒരു മാറ്റവും ഇല്ലെന്ന് പറയാറുണ്ട്. എനിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ കോംപ്ലിമെന്റും അതാണ്, ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ഇതൊക്കെ നിലനിൽക്കണം, ഇവിടെ ഉണ്ടാവണം, സിനിമയിൽ ഉണ്ടാവണം. അങ്ങനെ സംഭവിക്കും. അയ്യോ പിന്നെ ഞാൻ സിനിമയിലാണ്, ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ജോണി ചേട്ടൻ എന്തായാലും നിലനിൽക്കും. എൻ്റെ കാരണം വെച്ചാൽ ജോണി ചേട്ടൻ ഒരു സിനിമയിൽ വന്ന് അഭിനയിച്ചിട്ട് ഞാനിപ്പോൾ കുറേ നാളായിട്ട് ഗുണ്ടജയനാണ് ജോണി ചേട്ടൻ ഫസ്റ്റ് വന്നത്. ഭയങ്കര ടെൻഷനാണ്. കാര്യം CID മഹോത്സവത്തിൽ പടം ചെയ്ത ആളെ കൊണ്ട് ഹ്യൂമർ ചെയ്യിക്കാന്ന് പറഞ്ഞാൽ ഇപ്പോൾ ജോണി ചേട്ടൻ കുറച്ച് മുന്നേ പറഞ്ഞു എനിക്ക് കൂലി കിട്ടുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോഴും, ഒരു സിനിമ 20 വർഷം മുന്നേ ചെയ്തിട്ട് ഇപ്പോഴും ആൾക്കാർ അതിന് കൂലി കൊടുക്കണമെങ്കിൽ അത് അത്രയും വലിയ സിനിമയാണ്. ചില സിനിമകൾ ഇറങ്ങുന്ന സമയത്ത് നമുക്കൊരു ഇത് 20 വർഷം കഴിഞ്ഞിട്ട് ഇപ്പോഴും CID മഹോത്സവമൊക്കെ ആ ജോണി ചേട്ടൻ പടത്തിൽ വന്ന് അഭിനയിച്ചാൽ ഇപ്പം എൻ്റെ സിനിമ എന്നല്ല, ഗുണ്ടജയൻ സിനിമ ആക്ച്വലി ദുൽഖർ സൽമാനിലേക്കൊക്കെ എത്താൻ വലിയ റീസൺ കൂടിയാണ് ജോണി ചേട്ടനൊക്കെ. ജോണി ചേട്ടൻ ആ വിസ്മയുടെ ബാധിക്ക് ഇങ്ങനെ നിൽക്കും. ഒരു ആർട്ടിസ്റ്റ് ബിജു ചേട്ടൻ വരികയാണ്, ബിജു ഒന്ന് നമ്മളൊരു പാട്ട് നമ്മുടെ പയ്യൻ്റെ പടം ഇങ്ങനെ എല്ലാവരും വിളിച്ച് ശരിക്കും ഗുണ്ടജയൻ റിലീസിന് മുന്നേ തന്നെ ജോണി ചേട്ടൻ അവർ പറയും 50 ലക്ഷം രൂപയുടെ മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. ഇത് എൻ്റെ സിനിമയ്ക്ക് വേണ്ടിയിട്ടല്ല കേട്ടോ. ജോണി ചേട്ടൻ അഭിനയിച്ചിട്ട് ഇപ്പോൾ ഒരു സിനിമ വന്നിട്ട് എന്നെ വിളിക്കും, ഞാനൊരു പടം ചെയ്താലും ഫാമിലി ആയിട്ട് പോയി കണ്ടു ഫ്രണ്ട്സിനെ. ഇങ്ങനെ എല്ലാ പടത്തിനും പുള്ളിയുടെ ഒരു പ്രൊമോഷൻ പരിപാടി ഉണ്ട്. അതുകൊണ്ട് ജോണി ചേട്ടനോട് ഒരു സിനിമ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അടുത്ത പടത്തിൽ ജോണി ചേട്ടനെ വെക്കാതെ നമുക്ക് പോകാൻ പറ്റത്തില്ല. അതിപ്പോൾ ഒരു റൈറ്റർ ഞാൻ എഴുത്ത് ഞാൻ തന്നെയായിരുന്നു. അപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക് ഒരു സാധനം ജോണി ആൻ്റണിക്ക് വേണ്ടിയുള്ളൊരു ക്യാരക്ടർ അതിൽ വരും. അത് ദൈവാധീനമാണ്. ഈ സിനിമയിലേക്ക് വരുമ്പോൾ ഞാൻ ഇവിടെ ഇരുന്നിട്ട് അത്ര വലിയ കോൺഫിഡൻസ് പറയണത് ശരിയാണെന്ന് എനിക്കറിയില്ല. പക്ഷേ ആസ് എ ഡയറക്ടർ ഞാൻ പറയണം, ജോണി ആൻ്റണിയുടെ കരിയറിൽ തന്നെ ബെസ്റ്റ് പെർഫോമൻസുകളിൽ ഒന്നായിരിക്കാം ഈ സിനിമ എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ആക്ടർ ബോൺ ആയിട്ടുള്ള ഒരു മൊമെന്റ് എപ്പോഴാണ് ജോൺ ഓർമ്മയുണ്ടോ? അതായത് നമ്മുടെ ഡയറക്ടർ ടു ആക്ടർ ആ ഒരു സ്ട്രൈക്ക് ചെയ്തൊരു സാധനം ഉണ്ടാവുമല്ലോ ഈ സിനിമയിലോ? അല്ല, ഇപ്പൊ ഇത്രയധികം സിനിമകൾ ചെയ്തപ്പോ ഞാനീ പറഞ്ഞ ഒരിക്കലും അഭിനയിക്കണമെന്ന് കരുതിയിരുന്ന ആളല്ല. ഞാൻ പറഞ്ഞിട്ടുണ്ട് പല ഇന്റർവ്യൂലും. അസിസ്റ്റന്റ് അസോസിയേറ്റ് ആയിരുന്ന സമയത്ത് ഈ പെട്ടെന്ന് ആളെ കിട്ടാതെ വരുമ്പോ അവശ്യ സർവീസ് എന്നുള്ള രീതിയിൽ നമ്മൾ കയറി പെട്ടെന്ന് ചെയ്യുമായിരുന്നു. അങ്ങനെ പറക്കുന്നില്ലേ പോലുള്ള സിനിമകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. പിന്നീട് ഞാൻ മറ്റേ ശിക്കാരി ശംഭു എന്ന് പറഞ്ഞ പടത്തിനകത്ത് 2 ദിവസം അച്ഛൻ്റെ റോൾ എന്ന് പറഞ്ഞ് ഞാൻ പോയി അഭിനയിച്ചു. അത് കഴിഞ്ഞ് പിന്നെ വേറെ ഞാൻ അത് കണ്ടിന്യൂ ചെയ്യാനൊന്നും ഉദ്ദേശിച്ചില്ല. അത് കഴിഞ്ഞിട്ടാണ് രഞ്ജേട്ടൻ്റെ ഡ്രാമയ്ക്ക് പോകുന്നത്. ഡ്രാമ ചെയ്യുമ്പോൾ അതിനകത്ത് ഒരുപാട് ഡയറക്ടേഴ്സ് അഭിനയിക്കുന്നുണ്ട്. ശ്യാമപ്രസാദ് സാറുണ്ട്, രഞ്ജയ് പണിക്കരേട്ടനുണ്ട്, ദിലീഷ് പോത്തനുണ്ട്. അപ്പം ഞാനും അഭിനയിക്കാൻ ഇറങ്ങി ഇപ്പം വന്നേക്കുക. ഞാൻ ഇതിനകത്ത് മോശമായിരുന്നെന്ന് വിചാരിച്ചു. പിന്നെ എനിക്ക് ഭയങ്കര പരിചിതമായ ഒരു വേഷം കിട്ടി. പിന്നെ രഞ്ജേട്ടൻ നന്നായിട്ട് ഉപയോഗിച്ചു. അത് ശരിക്കും പറഞ്ഞാൽ അതൊരു ചർച്ചയായി ആ സിനിമ. അതാണ് എൻ്റെ ബ്രേക്ക്, ഒരു ആരംഭം എന്ന് പറയുന്നത്. പിന്നെ ഭരണ ആവശ്യമുണ്ട് ഇറങ്ങി സൂപ്പർ ഹിറ്റായി. അനൂപ് സത്തിനെ പോലൊരു കൃത്യമായിട്ട് അനൂപിന് എന്നെ നന്നായിട്ട് അതൊക്കെ ഒരു ഒത്തു വന്ന ഞാൻ പറഞ്ഞേ ഇതെല്ലാം സംഭവിച്ചതാ. നമുക്കിപ്പോൾ ഇതിനെക്കുറിച്ച് പറയാം. യുണൈറ്റഡ് കിങ്ഡം ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇത് എനിക്ക് തോന്നിയൊരു കാര്യം, നമ്മുടെ ഇതൊരു ഓടുന്ന നല്ല സിനിമയായിരിക്കും. നമ്മൾ എല്ലാം പറ്റി ഓടുന്നതെല്ലാം മോശം സിനിമയാണെന്നല്ല, ഓടാനുള്ള എല്ലാ സാധ്യതകളും ഇതിനകത്തുണ്ട്. അതുപോലെ തന്നെ ആളുകൾക്ക് എവിടെങ്കിലും ഒന്ന് ഓർമ്മപ്പെടുത്തും, ഇതിൽ ഞാനില്ലേ, അല്ലെ ഞങ്ങളിൽ ഒരാളില്ലേ, തൊട്ടടുത്തൊരാളില്ലേ എന്ന് തോന്നിപ്പിക്കുന്ന ഒരുപാട് മുഹൂർത്തങ്ങൾ ഇതിനകത്തുണ്ട്. കാലിക പ്രസക്തിയുണ്ട്. തീർച്ചയായിട്ടും യൂത്ത് കാണേണ്ട ഒരു സിനിമയാണ്. നമ്മളിപ്പോ ഫാമിലി ഉണ്ടാവും, പാപ്പനും മോനും പടം എന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടുണ്ടാവും. യൂത്ത് മസ്റ്റായിട്ട് ഈ സിനിമ കാണണം. ഇപ്പൊ അവർക്കൊരു തീരുമാനം എടുക്കാൻ പറ്റുന്ന, അല്ലെ ശരിയല്ലേ ഒന്നാലോചിച്ചാൽ എന്ന് തോന്നിപ്പിക്കുന്ന, ഇതല്ലേ ഡിസിഷൻ എന്ന് തോന്നിപ്പിക്കുന്ന സിനിമയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഭരണകർത്താക്കൾക്ക് അവർക്കും നമ്മുടെ യുവാക്കളെ നമ്മൾ എങ്ങനെ ഉപയോഗിക്കണം, ഇവിടെ മദ്യം ലഹരി എന്നൊക്കെ പറഞ്ഞ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ വിചാരിച്ചാൽ ഇവിടെ ഒരു മാറ്റം കൊണ്ടുവരാൻ പറ്റില്ലേ എന്ന് ഭരണകർത്താക്കൾക്കും തോന്നിപ്പിക്കുന്ന സിനിമയാണ്. അപ്പൊ 2 സാധ്യതകൾ. യൂത്ത് എല്ലാവർക്കും കാണുമ്പോൾ ശരിയാണ്, ഇങ്ങനെ വേണം, ഇങ്ങനെ ചെയ്യണം എന്ന് അങ്ങനെ ഒരു തോന്നിപ്പിക്കുന്ന ഓർമ്മപ്പെടുത്തുന്ന സിനിമയാണ്. അപ്പൊ അതിനകത്തൊരു ഭാഗമാകാൻ പറ്റുന്നത് വലിയ സന്തോഷം. പിന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള വേഷമാണ് ഈ അപ്പൻ വേഷങ്ങൾ.
ഞാൻ ചോദിക്കാൻ ഞാൻ ഒരുപാട് അപ്പൻ വേഷം എന്നോട് ഇപ്പൊ ടൈപ്പ് അപ്പനായി വരുന്നു എല്ലാവരും പറയാറുണ്ട് ഒരുപാട് പടത്തിൽ അപ്പൻ. പക്ഷെ ഞാൻ ചെയ്ത അപ്പൻ എല്ലാം ഒരു പരിധി എന്നെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ബോധപൂർവ്വം അല്ലെങ്കിൽ വ്യത്യസ്തമായി വന്നിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഇതിലെ അപ്പനും അതുപോലെ ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മൾ അരുൺ ഈ കഥ പറഞ്ഞ ക്യാരക്ടർ പറഞ്ഞപ്പോൾ മുതൽ അരുണോട് ചോദിച്ചാൽ തുടക്കം മുതൽ ഒടുക്കം വരെ എന്നെ കൊണ്ട് പറ്റാതെ ഒരു തരത്തിൽ പോലും ഞാനൊരു ആക്ടിങ് കണ്ടിന്യൂറ്റി വിടാതെ ഞാൻ എങ്ങനെയോ ഒത്തുവന്ന് അഭിനയിച്ചൊരു സിനിമയാണ്. പിന്നെ രഞ്ജിത്തിന്റെ കൂടെ ആയിരുന്നു. രഞ്ജിത്ത് താരതമ്യേന പുതുമുഖമാണ്. പക്ഷെ രഞ്ജിത്തിനോട് അഭിനയിക്കുമ്പോൾ എനിക്ക് ആ ഒരു ഫീലോ അല്ലെങ്കിൽ ഒരു റീടേക്കോ അകലൊന്നും എനിക്കുണ്ടായിട്ടില്ല. കറക്റ്റായിട്ട് രഞ്ജിത്ത് അത് ഉൾക്കൊണ്ട് തന്നെയാണ്. അപ്പം എനിക്കൊണ്ട് ഉള്ളൊരു പകനോട് ഞാൻ എങ്ങനെ ബിഹേവ് ചെയ്തോ ആ രീതി തന്നെയാണ് രഞ്ജിത്തിനോട് ബിഹേവ് ചെയ്തത്. രഞ്ജിത്ത് തിരിച്ചും എന്നോട് അങ്ങനെ തന്നെയായിരുന്നു. അപ്പൊ ആ ഒരു എന്താ പറയുക 24, 25, 26 ദിവസമാണ് ഞാൻ സിനിമയിൽ അഭിനയിച്ചത്. ആ 26 ദിവസവും ഞാനൊരു കുടുംബനാഥനായിരുന്നു. രഞ്ജിത്തിന്റെ മകനായിരുന്നു. അരുണും എല്ലാവരും ഞങ്ങളൊരു കുടുംബം പോലെ കഴിഞ്ഞ ഒരു സിനിമയാണ്. എല്ലാ തരത്തിലും ഒരുപാട് പേരുടെ എഫർട്ട് ഇതിനകത്തുണ്ട്. പ്രത്യേകിച്ച് പ്രൊഡക്ഷൻ സൈഡിലൊക്കെ ഭയങ്കര സപ്പോർട്ട് ചെയ്ത സിനിമയാണ്. ഈ സിനിമ ഓടണം, നിങ്ങളുടെ എല്ലാം നല്ല സപ്പോർട്ട് ഉണ്ടാവണം. ഒരു കാര്യം ഞാൻ ഉറപ്പ് തരുന്നു, യുണൈറ്റഡ് കിങ്ഡം ഓഫ് കേരള UK ഓക്കെ ആണ്. അതെ, എന്തായാലും ഓക്കെയാണ്. ശരിക്കും നിങ്ങൾ തമ്മിലൊരു ബോണ്ട് ഉണ്ടായല്ലേ ആ സിനിമയിലൂടെ? ശരിക്കും എങ്ങനത്തെ ഒരു ഫാദർ ആണ് റിയൽ ലൈഫില്? ഞാൻ നല്ല ഫാദറാണെന്നാണ് എന്റെ വൈഫും പിള്ളേരും ഒക്കെ പറയുന്നത്. പിന്നെ പ്രത്യേകിച്ച് എന്റെ അമ്മായിമ്മയ്ക്കും അമ്മായിപ്പനും എന്നെ വലിയ ഇഷ്ടമാണ്. അപ്പൊ എന്തായിരിക്കും ഞാൻ മോശക്കാരനാണെങ്കിൽ ഒരിക്കലും ഇഷ്ടപ്പെടില്ല. ഞാൻ എപ്പോഴും ചിലരോട് പറയാറുണ്ട് എന്റെ അമ്മായിമ്മയ്ക്കും അമ്മായിപ്പനും എന്നെ എന്താ ഇഷ്ടമാ. അപ്പൊ പറയും നിങ്ങൾ അവരെ അതുപോലെ നോക്കുന്ന അതുകൊണ്ടാന്ന് പറയും. ഞാൻ ഓർത്തു ഇവർക്ക് അല്ലാതുള്ള ഇഷ്ടമാണ്, മക്കളെ നോക്കുന്നതുകൊണ്ടാണ്. അപ്പൊ ഞാൻ നല്ലതാണെന്നാണ് എന്റെ വിശ്വാസം. അതെ, അപ്പൊ അത് തന്നെയാണ് ഈ സിനിമയിൽ റിഫ്ലക്ട് ചെയ്തേക്കണം. ഒബ്വിയസ്ലി നമ്മുടെ ഉള്ളിൽ നിന്നാണല്ലോ നമ്മൾ അഭിനയിക്കുന്നത്. കമ്മിങ് ടു രഞ്ജിത്ത്, ഇപ്പം എടുക്കുന്ന സിനിമകളെല്ലാം നല്ല വ്യത്യാസമുള്ള സിനിമകളാണ്. അതൊരു കോൺഷ്യസ് ചോയ്സ് ആണ്. ഓക്കെ, ഞാൻ ചെയ്യുന്നത് എല്ലാം ബെസ്റ്റ് ആയിരിക്കണം. എന്ത് പ്രിപ്പറേഷൻ എടുക്കാറ് സ്ക്രിപ്റ്റ് റീഡിംഗ് ടു ഈ സെറ്റിലെത്തി ആക്ട് ചെയ്യുന്നവരെ? പ്രിപ്പറേഷൻ പ്രോസസ്സ് ഡിപ്പെൻഡ് ചെയ്യും. പക്ഷെ പറഞ്ഞ പോലെ തന്നെ ഞാനൊരു പുതിയ സബ്ജക്ട് കേൾക്കുമ്പോൾ എനിക്ക് എങ്ങനെ ഒരു പുതിയൊരു കാര്യം കൊണ്ടുവരാമെന്ന്, എങ്ങനെ ഒരു ഓഡിയൻസിന് ഒരു പുതിയ ഷെയ്ഡ് കാണിക്കാൻ പറ്റും, അത് ഞാൻ ഓർത്ത് നോക്കും. പിന്നെ ഞാനായിട്ടൊരു ഓഡിയൻസ് എനിക്ക് കാണാൻ ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണോ, എനിക്ക് കാണാൻ എന്താ പറഞ്ഞ ഒരു എനിക്ക് സ്ക്രീനിൽ കാണാൻ പറ്റുന്ന ഒരു സിനിമ, അതൊക്കെ ഞാൻ ആലോചിക്കും. പിന്നെ പറഞ്ഞ പോലെ പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞാൽ അത് ഡിപ്പെൻഡ് ചെയ്യും. കാരണം മോസ്റ്റ്ലി ഞാൻ ഡയറക്ടറിൻ്റെ കൂടെ ഇരുന്ന്, അരുണായാലും ഗോളത്തിലെ കൽബായാലും, ഞാൻ അവരോട് ഇരുന്ന് ആ ക്യാരക്ടർ മനസ്സിലാക്കും. പിന്നെ ഈ ഡയലോഗ്സ് ഒക്കെ നോക്കും. പിന്നെ ഞങ്ങൾ ഒരുപാട് ഗിവ് ആൻഡ് ടേക്ക് ആയിട്ടുള്ള ഒരു ഇതാണ്. പിന്നെ എനിക്ക് തോന്നുന്നു പ്രീ പ്രൊഡക്ഷൻ ഫേസിൽ അത് മോസ്റ്റ്ലി ആ ക്യാരക്ടറാണ്. പിന്നെ ഷൂട്ടിൽ തന്നെ ഒരുപാട് നമ്മൾ ടേക്ക് ചെയ്യുമ്പോൾ തന്നെ സപ്പോസ് എൻ്റെ കയ്യിൽ നിന്ന് ഒരു കാര്യം ഇടും, ചിലപ്പോൾ അരുൺ സാറ്റിസ്ഫൈഡ് ആവും, അല്ലെങ്കിൽ പിന്നെ പുള്ളി എന്നോട് പറയും അത് ബ്രോ ഇങ്ങനെ ഒന്ന് നോക്കാമെന്ന്. പിന്നെ ജോൺ ചേട്ടനും ഒരുപാട് എന്നെ ഹെൽപ്പ് ചെയ്യും. കാരണം നമ്മൾ കോമ്പിനേഷൻ സീൻസ് ഒരുപാട് ചെയ്യുമ്പം ഞാൻ എൻ്റെ കൂടെ പറഞ്ഞോണ്ട് ഞാൻ കുറച്ച് എളുപ്പം സംസാരിക്കും. എന്ന് പറഞ്ഞാൽ എനിക്ക് പിന്നെ എൻ്റെ കൂടെ പറഞ്ഞ ഡബിൽ നല്ല പണി കിട്ടും. അതുകൊണ്ട് കുറച്ച് ഞാൻ സൂപ്പർ ഫാസ്റ്റാ. അതല്ല, അപ്പൊ പുള്ളി ലിമിറ്റഡ് ഫാസ്റ്റ് സൂപ്പർ ഫാസ്റ്റ് ഞാൻ ഡബിൽ പിടിക്കാനുള്ള പാട് എനിക്കറിയാം. അതെ, അതുകൊണ്ട് പിന്നെ ചില ഇമോഷണൽ സീക്വൻസ് നല്ല ഗ്യാപ്പ് എനിക്ക് നമ്മുടെ വീട്ടിൽ കുറച്ച് സീക്വൻസ് എന്നോട് പറഞ്ഞിട്ടുണ്ട്. മറ്റേ ഇതൊക്കെ കുറച്ചൊരു ഒരു ഫ്ലോ വെച്ച് ചെയ്യണം. കാരണം ഞാൻ ചിലപ്പം വിചാരിക്കും ഓക്കെ ഞാൻ ഇങ്ങനെ ചെയ്ത ഇതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ, പക്ഷെ സ്ക്രീനിൽ കാണുമ്പോൾ അത് ചിലപ്പോൾ അത്രയ്ക്ക് നന്നായിരിക്കത്തില്ല എന്റെ തലേ കണ്ട പോലെ തന്നെ. അതിലേക്ക് ഞാൻ പറയാം രഞ്ജിത്തിന്റെ ആറ്റിറ്റ്യൂഡ് വളരെ കറക്റ്റ് ആയിരുന്നു. അതായത് നമ്മൾ ഒരു കാര്യത്തിന് വേണ്ടി നിൽക്കുന്നു, സാഹചര്യം ഒന്നും അനുകൂലമല്ലാത്തപ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ഫ്രസ്ട്രേഷൻ ഉണ്ടല്ലോ. നമ്മൾ ജനുവിനാ, നമ്മൾ വളരെ സത്യസന്ധനാ, പക്ഷെ നമ്മൾ ആരും അനുകൂലമല്ല. ആ ഒരു സാഹചര്യത്തിൽ ഉണ്ടാകുന്ന ഒരു ഫ്രസ്ട്രേഷൻ നമ്മൾ തിരിച്ചറിയുന്നില്ലല്ലോ എന്നുള്ളതാണ് ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ ദുർവിധി. ആ ആറ്റിറ്റ്യൂഡ് വളരെ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. എന്നാൽ ലൈഫിൽ അങ്ങനല്ല, പുള്ളി എല്ലാവരും തിരിച്ചറിയുന്നുണ്ട്. ഇതാണ് അഭിനയം എന്ന് പറയുന്നത്. ഏതാ അത് ആ രീതി ഭയങ്കര രസമായിട്ട് ചെയ്തിട്ടുണ്ട് ഓരോ മൂവ്മെന്റിലും. പിന്നെ ഞാൻ ഈ പറഞ്ഞ ചില കാര്യങ്ങൾ സസ്റ്റെയിൻ ചെയ്യാൻ പറയായിരുന്നു, ചില ഇമോഷൻ സസ്റ്റെയിൻ ചെയ്യാൻ പറയും, പെട്ടെന്ന് പോകാതെ സസ്റ്റെയിൻ ചെയ്യുമ്പോൾ അതിന് പിന്നെ ആരും നല്ലപോലെ മോൾഡ് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഈസിയായിട്ട് ബോധപാഠമായി ഈസിയായിട്ട് ബിഹേവ് ചെയ്തിട്ടുണ്ട്. അപ്പോ ഇനിയും ഞാൻ പറഞ്ഞല്ലോ ഒരു വരുംകാലം നല്ല നായകനെ തന്നെ നമുക്ക് കിട്ടും. ഉറപ്പായിട്ടും ഞങ്ങളുടെ എല്ലാവരുടെയും പ്രതീക്ഷ അതാണ്. ഒരുപാട് ലെജൻസ് ഉള്ള ഒരു സിനിമയാണ്. മഞ്ജു ചേച്ചിയുണ്ട്, ഇന്ദ്രൻ ചേട്ടനുണ്ട്. സോ യു ആർ ലേണിംഗ് സോ മച്ച് ഫ്രം ഓൾ ഓഫ് ദീസ് അല്ലേ? എനിക്ക് ഒരു ഭാഗ്യം ഉണ്ടായിരുന്നു. കാരണം എന്റെ കഴിഞ്ഞ 3 പടങ്ങൾ എടുത്താലും ഗോളത്തിലും കൽബിൻ സിദ്ദീഖ് ഉണ്ടായിരുന്നു, ഇതില് ജോൺ ചേട്ടൻ ഉണ്ടായിരുന്നു, മഞ്ജു ചേച്ചി ഉണ്ടായിരുന്നു, പിന്നെ ഇന്ദ്രൻ ചേട്ടൻ ഉണ്ടായിരുന്നു. ഡെഫിനറ്റ്ലി ഒരു പുതിയ ഒരു ആക്ടർ എന്ന നിലയിൽ എനിക്ക് ഒരുപാട് പഠിക്കാൻ പറ്റി. അത് മാത്രമല്ല എനിക്ക് ഞാൻ കംഫർട്ടബിൾ ആണ് സെറ്റിൽ. കാരണം അറ്റ് ദി എൻഡ് ഓഫ് ദി നമ്മൾ അഭിനയിക്കുമ്പോൾ നമ്മൾ ഭയങ്കര ഒരു വൾണറബിൾ ആയിട്ട് ഒരു പൊസിഷനില്ല. അപ്പം നമുക്ക് എന്തെങ്കിലും ഒരു പേടി വന്ന് നമുക്ക് ഏറ്റവും ബെസ്റ്റ് ഔട്ട്പുട്ട് തരാൻ പറ്റത്തില്ല. ആ രീതിയിൽ എല്ലാവരും എന്നെ നല്ല കംഫർട്ടബിൾ ആക്കി.
ഒരു I വളരെ വലിയ heard that കാര്യം you studied from New York Film Academy. യെസ് ഞാനൊരു പഠിച്ചിട്ടുണ്ട്. അവിടെ ഞാൻ ഒരു ഫുൾ ടേം അല്ല ഒരു ഷോർട്ട് ടേം കോഴ്സ് ചെയ്തിട്ടുണ്ട് കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഒരു ഏകദേശം ഒരു 2-3 months. അപ്പോ അതാണോ അതോ ഓൺ ദ സെറ്റ് അല്ലെങ്കിൽ ഓൺ ദ ജോബ് ട്രെയിനിങ് ആണോ ഏറ്റവും ഓൺ ദ സെറ്റ് ആയിരിക്കും നമുക്ക് ഏറ്റവും എക്സ്പീരിയൻസ്. കാരണം ആക്ടിംഗ് എന്ന് പറഞ്ഞ കാര്യം നമുക്ക് എൻ്റെ ഒരു പെർസ്പെക്റ്റീവ് നമുക്ക് നമ്മളെ പഠിപ്പിക്കാൻ പറ്റില്ല. നമ്മുടെ ഉള്ളിലുള്ള ഒരു കാര്യം അത് നമ്മൾ മോൾഡ് ചെയ്ത് എടുപ്പിക്കാൻ ഒരുപാട് ആൾക്കാരെ സഹായിക്കാൻ പറ്റും. പക്ഷെ നമുക്ക് പഠിപ്പിക്കാൻ പറ്റത്തില്ല. കാരണം അത് എൻ്റെ ആക്ടിങ് ഇസ് ബിഹേവിങ്. നമ്മുടെ എക്സ്പീരിയൻസസ് നമ്മൾ ഒരു രീതിയിൽ ട്രാൻസ്ലേറ്റ് ചെയ്യുക സ്ക്രീനിൽ. അത് ആക്ടിങ്. അത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ എക്സ്പീരിയൻസ് കൊണ്ട് നമുക്ക് ഏറ്റവും ബെസ്റ്റ് പഠിക്കാൻ പറ്റത്തുള്ളൂ. അതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ആസ് എ ഡയറക്ടർ കുറേ ലെജൻസിനെ ഒരു സിനിമയിൽ ഹാൻഡിൽ ചെയ്യുവാണ്. ആ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു? അത് ശരിക്കും നമുക്ക് ഭയങ്കര കൂടുതൽ കംഫർട്ടാണ്. കാരണം എന്താ വെച്ചാൽ നമ്മളിപ്പോൾ ഒരു സാധനം പുതിയ ആൾക്കാർക്കാണെങ്കിൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ട ചില സിറ്റുവേഷൻസ് വരും. ഇതിപ്പോൾ ജോണി ചേട്ടൻ റിയൽ ലൈഫിലുള്ള ഒരു അപ്പനാണ്. പക്ഷെ അതിൽ നിന്ന് ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടാണ് പിടിച്ചേക്കുന്നത്. അപ്പോൾ പിന്നെ ഇന്ദ്രൻ ചേട്ടനായാലും എനിക്ക് വേണ്ടത് ആദ്യമായിട്ടാണ് പള്ളിയിലച്ഛൻ്റെ ക്യാരക്ടർ. പള്ളിയിലച്ഛനാണ് ഭയങ്കര രസമായിട്ടുണ്ട്. അപ്പോൾ പുള്ളി ഇത്രയും പടങ്ങൾ ചെയ്തെങ്കിലും പുള്ളി ചെയ്യാത്തൊരു ക്യാരക്ടറാണ് പള്ളിയിലച്ഛൻ്റെ ക്യാരക്ടർ. അപ്പോൾ അത് ഒരു നല്ല സജഷനായിരുന്നു. പ്രൊഡ്യൂസറിൻ്റെ സൈഡിൽ നിന്നുള്ള അലക്സാണ്ടർ ഒരു സജഷൻ കൂടിയായിരുന്നു. അപ്പോൾ പള്ളിയിലച്ഛൻ്റെ ക്യാരക്ടർ ഇന്ദ്രൻ ചേട്ടൻ വന്നു. പുള്ളി വളരെ ഈസിയാണ്. നമുക്ക് ഇപ്പോൾ നമ്മളവിടെ ചെന്നിട്ട് ഇങ്ങനെ ഭയങ്കരമായിട്ട് അഭിനയിച്ചൊന്നും കാണിച്ചു കൊടുക്കണ്ട. ജോണി ചേട്ടനാണെങ്കിൽ ഭയങ്കരമായിട്ട് അഭിനയിച്ചൊന്നും കാണിച്ചു കൊടുക്കുന്ന അത്ര പറയണ കാര്യം അവർക്ക് കിട്ടും. അത് എക്സ്പീരിയൻസ് ആർട്ടിസ്റ്റിനോട് മഞ്ചേച്ചിയൊക്കെ വെറുതെ എന്താ പറയുക പൂ പറിക്കണ വരിക അഭിനയിക്കുക പോവുക. പക്ഷേ ഈസിയായി. അപ്പോൾ നമ്മൾ ഞാൻ തന്നെ പടം എഡിറ്റ് ചെയ്യണം. അപ്പോൾ എഡിറ്റിംഗ് ടേബിളിൽ ഇരിക്കുമ്പോൾ നമ്മൾ എന്താണ് എനിക്ക് അതിൽ അവരുടെ കാര്യത്തിൽ ഓക്കെ ഇത്ര എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ട്. ഞാൻ രഞ്ജിത്തിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ രഞ്ജിത്ത് ഇതുവരെ അറിയാത്തൊരു സ്ഥലത്ത് വന്ന് കിടക്കണേ. കാര്യം രഞ്ജിത്തിൻ്റെ ലൈഫ് സ്റ്റൈൽ രഞ്ജിത്തിൻ്റെ ഫ്രണ്ട്സിന് പോലും ചിലപ്പോൾ ഇപ്പം നമ്മുടെ പടത്തിൽ ടോണിയുടെ ക്യാരക്ടർ പോണ ലേയേഴ്സ് ഒന്നും അറിയത്തില്ല. ഇപ്പം നമ്മൾ ഇരിക്കണ ഇന്റർവ്യൂവിൽ കാണുമ്പോൾ ഞാനിപ്പോൾ ഇന്നും കൂടി രാവിലെ സെൻസറോഡിന് വേണ്ടിയിട്ടുള്ള എഡിറ്റൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ വന്നിരിക്കുന്ന ആളാണ്. അപ്പം അത്രയും നേരം ഞാൻ ഈ ടോണീനെ കണ്ടിട്ട് ഞാൻ ഇവിടെ വന്നിട്ട് രഞ്ജിത്തുമായിട്ട് ഇപ്പൊ സംസാരിക്കുന്നത് ഇയാൾ തന്നെ അങ്ങനത്തെ ഒരു സാധനം എനിക്ക് ഫീൽ ചെയ്തു. ഡെബ് ഇപ്പോൾ രഞ്ജിത്ത് ഇപ്പൊ സംസാരിക്കുന്ന നിങ്ങൾ ഇന്റർവ്യൂവിൽ കണ്ടിട്ടില്ലേ, നമ്മുടെ പടം കാണുമ്പോൾ ഡെബ് അയാളത് സ്ക്രിപ്റ്റ് ഒക്കെ കൊടുക്കുമ്പോൾ ഇരുന്ന് അങ്ങോട്ട് പഠിക്കും. എനിക്ക് ഭയങ്കര ആദ്യം സീരിയസ്ലി എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ടാവുമല്ലോ. ഫസ്റ്റ് കുറേ ആർട്ടിസ്റ്റ് പിന്നെ രഞ്ജിത്ത് പിടിക്കാത്തൊരു പരിപാടിയെ നമ്മൾ പിടിപ്പിക്കണം. ഞാൻ മുണ്ടെടുത്ത രഞ്ജിത്ത് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ, അത് ഒരു ബ്ലെസ്സിങ് ആയിട്ട് എല്ലാവരും പിന്നെ ജോണി ചേർന്ന് എല്ലാവരും സപ്പോർട്ടും. എനിക്കങ്ങനെ ഒരു എക്സ്പീരിയൻസ് അങ്ങനെ ഭയങ്കര ഹാപ്പിയാണ്. പിന്നെ ഗുണ്ടജയനിൽ ഓൾറെഡി അത്രയും ആർട്ടിസ്റ്റുകളൊക്കെ വന്നതാണ്. ഈ സ്ലാങ് ഒക്കെ നാടൻ സ്ലാങ്ങിലേക്ക് കൊണ്ടുവരാൻ കുറച്ച് ബുദ്ധിമുട്ട് തോന്നിയോ? കുറച്ചുണ്ടായിരുന്നു. കാരണം ഞാൻ അവിടെ പഠിച്ചു വളർന്നുകൊണ്ട് എനിക്ക് കുറച്ച് പിടുത്തം ഉണ്ടായിരുന്നു ചില വാക്കുകൾ. പിന്നെ അതിനോട് ഡബിളും നമ്മൾ ഒരുപാട് വർക്ക് ചെയ്തു ശരിക്കും പറഞ്ഞാൽ. പിന്നെ ഇത് കാരണം ഒരു സാധാരണ കട്ടപ്പനക്കാരനോ സാധാരണ ബോയ് നെക്സ്റ്റ് ഡോർ ക്യാരക്ടർ ഡബില് മാത്രമല്ല പെർഫോം ചെയ്യുമ്പോൾ ഡബിൽ എല്ലാം നമ്മൾ ഡബില് പിടിക്കാൻ പറ്റില്ല. ഇപ്പൊ അങ്ങനെ ഇത്രയും ക്ലോസ് ഒക്കെ വയ്ക്കുമ്പോൾ അത് ഡബില് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഓഫ് സ്ക്രീൻ ഒക്കെ ആണെങ്കിൽ ഓക്കെ. ഇയാളത് നമ്മുടെ അടുത്ത് ഇപ്പം എൻ്റെ അടുത്ത് സ്ക്രിപ്റ്റ് വന്ന് ചോദിക്കുന്ന സമയത്ത് സംസാരിക്കുന്ന രഞ്ജിത്ത് അല്ല പെർഫോം ചെയ്യുമ്പോൾ ഓഫ്കോഴ്സ് അതാണ് ആക്ടിങ്. പക്ഷെ നമ്മുടെ രഞ്ജിത്തിൻ്റെ കേസിൽ ഈ ലാംഗ്വേജിലുള്ള കൺഫ്യൂഷൻസ് എനിക്കുണ്ട് ഡയറക്ടർ ഒന്നുമില്ല. അപ്പം ഞാനിങ്ങനെ നോക്കിയിരിക്കുമ്പോൾ പുള്ളി അവിടെ പെർഫോം ചെയ്യുമ്പോൾ കറക്റ്റ് വേർഡൊക്കെ വരും. ഈ സെയിം വേർഡ് എൻ്റെ അടുത്ത് ഡയറക്ടർ സംസാരിക്കുമ്പോൾ ചിലപ്പോൾ മാറിയിട്ടുണ്ടാവും. അതൊരു അപ്പോൾ അതൊരു മാജിക് ഉണ്ട് രഞ്ജിത്തിന്. അതൊരു ഭാഗ്യമാണ്. അതിനെ ശരിക്കും ഇമ്പ്രൂവ് ചെയ്തെന്നേ ഉള്ളൂ ഡബിങ്ങിൽ. പറഞ്ഞ പോലെ ഇത് നമ്മുടെ ഇതിന്റെ പ്രപ്പിന്റെ ഭാഗമാണ്. കാരണം എനിക്കൊരു ഈ ക്യാരക്ടറിനെ പറ്റി കേൾക്കുമ്പോൾ തന്നെ എൻ്റെ ഉള്ളിൽ കുറച്ച് സിനാറിയോസ് പ്ലേ ചെയ്യുന്നത് എങ്ങനെയായിരിക്കും ക്യാരക്ടർ എനിക്ക് അവതരിപ്പിക്കാൻ പറ്റുന്നത്, ഇങ്ങനത്തെ ഒരു ടെംപ്ലേറ്റ് ഫോം ചെയ്യാൻ തുടങ്ങും. എല്ലാ പടത്തിനും ഡിഫറെൻ്റ് ആണ്. കാരണം അങ്ങനെ സ്പെസിഫിക് ടെംപ്ലേറ്റ് ഇല്ല. ഗോളായാലും ഖൽബായാലും UK ആയാലും. സോ ഞാൻ ഒരുപാട് പ്രീ ഹോം വർക്ക് ചെയ്യുന്നു പ്രീ പ്രൊഡക്ഷൻ ഫേസിൽ. അപ്പം എനിക്ക് എപ്പോഴും എന്ന് പറഞ്ഞാൽ അൺപ്രിപ്പയർഡ് ആയിട്ട് പോകാൻ എനിക്ക് അത്രയ്ക്ക് താല്പര്യമില്ല. കാരണം ചില ആക്ടേഴ്സ് ഉണ്ട് അവർക്ക് എന്ന് പറഞ്ഞാൽ ഓൺ ദി സ്പോട്ട് കാര്യം. പക്ഷേ എന്നെ സംബന്ധിച്ച് എനിക്ക് ഒരുപാട് പ്രപ്പ് വർക്ക് ചെയ്യണം, എന്നാലേ എനിക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് എനിക്ക് പ്രസന്റ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. സോ അതിന്റെ ഒരു ഭാഗമായിട്ട് നാളെ ഷൂട്ട് ചെയ്യേണ്ട സാധനം കറക്റ്റ് ആയിട്ട് വൈകിട്ട് വന്നിട്ട് ചോദിച്ച് സ്ക്രിപ്റ്റ് മേടിച്ച് പെട്ടെന്ന് എങ്ങാനും മറ്റതാന്ന് പറഞ്ഞാൽ പുള്ളി അപ്പൊ നമ്മൾ ഇന്നലെ നമ്മളത് പറഞ്ഞ് അപ്പൊ പറഞ്ഞില്ല അപ്പൊ നമുക്ക് മനസ്സിലാവും അയാൾ അത്ര എഫർട്ട് എടുത്തിട്ടുണ്ട് നൈറ്റ് പോയിട്ട്. അപ്പൊ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ വന്നിട്ട് ഡെഡിക്കേഷനോട് ഇമ്പ്രൂവ് ചെയ്യാൻ ചെയ്യുന്നത് ഭയങ്കര ക്വാളിറ്റിയാണ്. ഇത് നെക്സ്റ്റ് സിനിമയിൽ വേറൊരു രീതിയിലായിരിക്കും രഞ്ജിത്തിനെ കാണാൻ പറ്റും. ജോൺ ചേട്ടൻ ഈ സിനിമയിൽ കുറച്ച് റൊമാൻസ് ഉണ്ട് അല്ലേ? ഞാനൊരു ഒരു സോങ്ങിന്റെ വിഷ്വൽ അന്നക്കുട്ടി അതെ പാവ റൊമാൻസ്. എന്നാലും ഒരു ഈ പ്രായത്തിൽ എന്ന് വെച്ചാൽ പ്രായം എന്നല്ല പറഞ്ഞത്, എന്നാലും ഒരു മെച്ചുവേർഡ് ഒരു ലവ് പോർട്രേ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എങ്ങനെയായിരുന്നു? നമ്മളൊക്കെ ഒരു അങ്ങനെ പ്രണയം ഉണ്ടായിരുന്നെങ്കിൽ എങ്ങനെയെന്നുള്ളതേ ഉള്ളൂ അതിനകത്ത്. നമുക്ക് അങ്ങനെ വേണ്ട. അപ്പൊ നമുക്ക് പറഞ്ഞ പോലെ നമുക്കും
ഇപ്പൊ പഠിക്കുന്ന കാലത്തൊക്കെ ചിലരോട് ഇഷ്ടം തോന്നിയിട്ടുണ്ടാവില്ലേ? അവരൊക്കെ ഇപ്പൊ കല്യാണം കഴിച്ചൊക്കെ പോയിട്ടുണ്ടാവും. ചിലപ്പോൾ പറയാൻ പറ്റാത്ത എത്രയോ പ്രണയങ്ങളുണ്ടായിരുന്നു. അവരൊക്കെ പിന്നെ കാണുമ്പോൾ നമ്മൾ ഉണ്ടാകുന്ന ഒരു ഇവള് വയസ്സായല്ലോ അല്ലെങ്കിൽ എന്നൊക്കെ പറഞ്ഞാൽ നമുക്കൊരു അത് സഹജമാണ്. എനിക്കിതിനകത്ത് സന്തോഷം. ഞാനിപ്പോ ഈ അരുണിന്റെ ഉപചാരപുരം കൂട്ടച്ചാലില് പല്ലാട്ടേക്കാളും വലിയ പരിചയം അയാൾ വിളിച്ചു സമയത്ത് എനിക്ക് തോന്നുന്നു പിന്നെ ഡ്രാമ കഴിഞ്ഞിട്ടാണ്. അപ്പൊ അതിനകത്ത് ഞാൻ ചെല്ലുമ്പോ അരുണെന്ന് പറഞ്ഞൊരു ഗൾഫുകാരൻ, ഒരു പുരുഷൻ, ഇച്ചിരി ഇച്ചിരി കോഴിയാണ് അവൻ. പക്ഷെ എനിക്കത് ബിഹേവ് ചെയ്ത് അപ്പൊ ഞാൻ അരുണൊക്കെ പറഞ്ഞു ചേട്ടാ ഇച്ചിരി കൂടുതൽ. ഞാൻ പറഞ്ഞു എന്നെ കറക്റ്റായിരിക്കും ചില ഡയലോഗ്സ് അപ്പൊ അരുണിനോട് പറഞ്ഞു ചേട്ടാ. പക്ഷെ എനിക്ക് ഏറ്റവും സന്തോഷം പിന്നീട് അരുൺ ആ ഡയലോഗ് എന്നോട് പറഞ്ഞ് ചിരിക്കാൻ തുടങ്ങി. ഏതാ അപ്പൊ എനിക്ക് അങ്ങനത്തെ ഒരു ഡിഫറെന്റ് ക്യാരക്ടർ എനിക്ക് ആ പടത്തിൽ ചെയ്തിട്ട് അതുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത വളരെ ഡീസൻ്റ് ആയിട്ടുള്ള വളരെ സറ്റിലായിട്ട് ചെയ്യേണ്ട ഒരു കഥാപാത്രമാണ് ഇതിനകത്ത് ചെയ്തേക്കുന്നത്. ഒരു ക്യാരക്ടർ രണ്ട് വ്യത്യസ്തമായ വേഷങ്ങൾ. അപ്പം അത് വലിയൊരു കാര്യമാണ്. അതും അപ്പം സ്വാഭാവികമായിട്ടും എനിക്ക് ആ ഡയറക്ടർ എന്നെ എങ്ങനെ ഉപയോഗിച്ചു എന്നുള്ളത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. ആ ഡയറക്ടറുടെ ഇഷ്ടത്തിന് ഞാൻ എങ്ങനെ നിന്നുള്ളത് ഡയറക്ടർക്ക് മനസ്സിലാക്കും. അങ്ങനെ ഒരു കൊടുക്കൽ വാങ്ങല് ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞ ഒരു രസമുള്ള ക്യാരക്ടറാണ്. എനിക്ക് തോന്നുന്നു എൻ്റെ ചില ഫീലിംഗ് പോലും ചിലപ്പോൾ തിയേറ്ററിൽ ചിലപ്പോൾ ചെറിയ ചിരി ഉണ്ടാക്കും. എൻ്റെ ചില ഉത്കണ്ഠകൾ, ആദികൾ നമ്മുടെ സാധാരണ പേരൻസിന് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യും. നമ്മുടെ യൂത്തിനും പേരൻസിനും ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യും. യൂത്തിൻ്റെ പ്രതിനിധിയായി പിന്നെ രഞ്ജിത്തും പേരൻസിൻ്റെ പ്രതിനിധിയായിട്ട് ഞാനും അങ്ങനെ ഒരു ഇതുണ്ടാവും. ഞാൻ പറഞ്ഞല്ലേ ഈ സിനിമയ്ക്കൊരു നന്മയുണ്ട്. എല്ലാ ഫീൽ ഗുഡ് സിനിമയിലും ജോണി ആന്റണി ഉണ്ടാകും എന്നൊരു പ്രേക്ഷകനൊരു വിശ്വാസമായി. എല്ലാ ഫീൽ ഗുഡ് അല്ലെങ്കിൽ ജോണി ആന്റണി ഉണ്ടെങ്കിൽ ഞങ്ങൾ സിനിമയ്ക്ക് കയറും, അങ്ങനെ ഒരു സാധനം വന്നു കഴിഞ്ഞു. അപ്പൊ ഈ ഫീൽ ഗുഡ് മാറിയിട്ടൊരു വില്ലനോ അങ്ങനത്തെ ഒരു വേറൊരു സാധനം വന്നാൽ ചെയ്യോ? വില്ലൻ ഞാനിപ്പോ ഈയിടെ ഒരു വില്ലൻ വേഷം കേട്ടു. വില്ലൻ വേഷം വേറൊന്നുമില്ല, വില്ലനാണെങ്കിൽ ഒരു അന്തസ്സുള്ള വില്ലനായിരിക്കും. അല്ല ചുമ്മാ വന്നിട്ട് ഒരുമാതിരി അതല്ല സ്റ്റൈലൈസ് ചെയ്യുന്ന വില്ലനായിരിക്കണം. മാനറിസങ്ങൾ ഉണ്ടാകണം. ഇവിടെ അയ്യോളുണ്ടല്ലോ നമ്മളോട് വെറുപ്പ് തോന്നണം. അങ്ങനെ ഈ ഒരുപാട് ലെജൻഡ്സ് ചെയ്ത് വെച്ചേക്കുന്ന ഒരുപാട് കഥാപാത്രങ്ങളുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ഒരു പ്രത്യേകതരമായിട്ടൊരു വേഷം വരികയാണെങ്കിൽ ഇപ്പൊ റോജിൻ ഹോം ചെയ്ത റോജിൻ അടുത്തൊരു സിനിമയാണ്. അപ്പൊ റോജിൻ പറയുന്നുണ്ട് ചേട്ടാ വില്ലൻ നേരത്തെ ചെയ്യല്ലേ, നമുക്കൊരു പരിപാടി ഉണ്ടോ. അപ്പൊ ഇപ്പൊ അരുണിനെ ഒരു അങ്ങനെ ഡയറക്ടേഴ്സ് പറയുമ്പോൾ നമ്മൾ ഉറപ്പായിട്ടും റോജിന്റെ പടം ചെയ്യുള്ളൂ എന്ന് വെച്ചിട്ടുണ്ട്. അപ്പൊ എനിക്ക് പിന്നെ ഇടയ്ക്കൊക്കെ അറിയാതെ ചെറിയ വില്ലനെന്ന് തോന്നിപ്പിക്കുന്ന കുറെ പടങ്ങൾ ഞാൻ ചെയ്തും പോകുന്നുണ്ട്. ഞാൻ എല്ലാ പടവും പിടിക്കും, എല്ലാം ചെയ്യും. പക്ഷെ ചില പടങ്ങൾ ഞാൻ ചെയ്യില്ല. എനിക്ക് ഈ പറഞ്ഞ ഞാൻ പറഞ്ഞില്ല ഒരുപാട് വൃത്തികെട്ടവനായിട്ട് അങ്ങനത്തെ പരിപാടികൾ അഭിനയിക്കാൻ എനിക്ക് ഇഷ്ടമല്ല. കമന്റ് രഞ്ജിത്ത്, ഈ സിനിമയിൽ ഒരു മെസ്സേജ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. അതേപോലെ തന്നെ ഞാൻ വായിച്ചതാണ് യു ഡോണ്ട് ഡ്രിങ്ക് ഓർ സ്മോക്ക്, യു ഹോൾഡ് എ ലോട്ട് ഓഫ് വാല്യൂസ് അല്ലേ? അപ്പൊ എനിക്ക് തോന്നുന്നു ഈ സിനിമയ്ക്ക് കറക്റ്റ് ആളെയാണ്. കാരണം ഒരു മെസ്സേജ് കൊടുക്കാൻ റിയൽ ലൈഫിലും വളരെ എന്താ പറയാ മോറൽസ് കീപ്പ് ചെയ്യുന്ന ഒരാൾ എന്ന് പറയുമ്പോൾ ഇപ്പൊ യുവതലമുറയ്ക്ക് ഭയങ്കര വലിയൊരു ഇൻസ്പിറേഷൻ ആണ്. സോ ഹൗ ഡു യു സീ ഇപ്പൊ നടക്കുന്ന സംഭവങ്ങൾ അതും കൂടെ മനസ്സിൽ കണ്ടിട്ടാണോ ഈ സിനിമയിലേക്ക് വന്നത്? അല്ല, ഞാൻ ഈ സിനിമ മേഖലയിൽ ഇറങ്ങിയപ്പോൾ തന്നെ എനിക്ക് ഒരു കാര്യം ഉറപ്പുണ്ടായിരുന്നു. ഐ വോണ്ട് ഗിവ് മൈ ആബ്സല്യൂട്ട് ബെസ്റ്റ്. കാരണം അത് എൻ്റെ ഇതൊരു വിഷ്വൽ മീഡിയമാണ്. പിന്നെ പറഞ്ഞ പോലെ ഞാൻ ടീറ്റോട്ടലായിട്ടുള്ള ജീവിതം ലൈഫ് സ്റ്റൈൽ ഞാൻ ഇത് കാരണമായി അത് ഫോളോ ചെയ്യുന്നത്. കാരണം പറഞ്ഞ പോലെ നമുക്കൊരു ഗോൾ ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഫുൾ എഫേർട്ട് അത് കൊടുക്കണം, എന്നാലും നമുക്ക് നേടാൻ പറ്റത്തുള്ളൂ. അത് ഞാൻ വിശ്വസിക്കുന്ന ഒരാളാണ്. സോ എനിക്കൊരു വിട്ടുവീഴ്ചയും വേണ്ട എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് കാരണം നമ്മൾ ഒരു കാര്യം ഗ്രാൻഡഡ് ആയിട്ട് എടുത്താൽ നമുക്ക് ഭയങ്കര കംപ്ലേസൻ്റ് ആയി പോകും. നമുക്ക് അതിൻ്റെ ഒരു വാശി ഉണ്ടാവത്തില്ല നന്നാവണമെന്ന്. എനിക്ക് എപ്പോഴും ആ വാശി വേണം, എന്നാലേ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ ഡെഫിനറ്റ്ലി അത് എൻ്റെ ഹോപ്പ്ഫുള്ളി ഇത് കണ്ടിട്ട് ആൾക്കാർ ഇൻസ്പയർ ചെയ്താൽ വെരി ഗുഡ്. അതൊരു വളരെ നല്ല കാര്യം തന്നെ. പിന്നെ പറഞ്ഞ പോലെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പം നമ്മുടെ ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാർ വഴി തെറ്റിച്ച് പോകാൻ ഒരുപാട് സാധ്യതകൾ, ഒരുപാട് നെഗറ്റീവ് അഡിക്ഷൻസ് ഉണ്ട്. പക്ഷെ എന്നാലും അതൊക്കെ മറികടന്ന് നമുക്കൊരു വിൽ പവർ ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാം മറികടന്ന് നമുക്കൊരു വ്യക്തമായിട്ടുള്ളൊരു ഗോൾ വേണം, നമുക്ക് എന്ത് നേടണമെന്ന്. അത് അറിഞ്ഞാൽ നമ്മളത് എന്തും തയ്യാറാണ് അതെത്താൻ വേണ്ടി. അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റാണ് ഞാൻ ഫോളോ ചെയ്യുന്നത്. ഓക്കെ, ജോൺ ചേട്ടനെ കുറിച്ച് പറയുമ്പോൾ തന്നെ CID മൂസ എന്ന് പറയുന്ന സിനിമയെ കുറിച്ച് മെൻഷൻ ചെയ്തിരിക്കാൻ പറ്റില്ല. അപ്പൊ അവിടെ എവിടെയായിട്ട് ഇതിന്റെ സെക്കൻഡ് പാർട്ട് വരുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങൾ കേൾക്കുന്നുണ്ട്. വരുമോ ഈ സിനിമ? CID മൂസ പാർട്ട് 2 ഉണ്ടാവുമോ? പാർട്ട് 2 ഉണ്ടാവണം. അതിനുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അത് ഒരുപാട് ഡിലേ ആയാലും കുഴപ്പമാണ്, ഒരുപാട് ഏർലി ആയാലും കുഴപ്പമാണ്. അങ്ങനത്തെ ഒരു കാരണം ഒരുപാട് പ്രീ പ്ലാനിങ് ഉള്ള ഒരു പടമായിരിക്കും. പിന്നെ എന്ത് വന്നാലും നമ്മൾ രണ്ടാം ഭാഗം ഇനിയും പൊന്നുകൊണ്ട് പുളിശ്ശേരി വെച്ചാലും ചീത്ത കേൾക്കും. കാരണം ആദ്യത്തെ ഭാഗം അതുപോലെയാണ്. അപ്പം അതിൻ്റെ ഒരു ടെൻഷനുണ്ട്. പിന്നെ ഞാൻ പറയില്ലേ എല്ലാം ഇത്രത്തോളം ആക്കിയില്ല, ഇവിടെ തമ്പുരാൻ നടത്തും, ബാക്കി നോക്കും. അപ്പൊ നമ്മൾ വലിയൊരു അംഗം വിട്ട് കഴിഞ്ഞു. ഇനി അടുത്ത അംഗത്തിൽ ഒരു റാപ്പിഡ് ഫയറിലേക്ക് നമ്മൾ പോവാണ്. കുറച്ച് എളുപ്പമുള്ള ചോദ്യങ്ങളാണ്, പേടിക്കണ്ട. ജോൺ ചേട്ടൻ ഇൻസ്റ്റാഗ്രാം ഇല്ലേ? ഉണ്ട്, ആക്റ്റീവ് ആണോ? അല്ല, എന്റെ മോളെ കണ്ടാ നോക്കും, എനിക്ക് അതിനകത്ത് വലിയ പിടിപാടില്ല. ഓക്കെ, അപ്പൊ ഈ ക്വസ്റ്റ്യൻ ഇവർക്ക് രണ്ടുപേർക്കുമാണ്.
ഇൻസ്റ്റഗ്രാമിൽ ഹു ഡു യു സ്റ്റോക്ക് ദ മോസ്റ്റ്? ഒരാളെ രാവിലെ എണീറ്റ് ഇയാൾ എന്ത് ചെയ്യുമായിരിക്കും അങ്ങനെ സ്റ്റോക്ക് ചെയ്യുന്ന ഒരാളുണ്ടാവില്ലേ, അതാരാണ്? ഇപ്പൊ അങ്ങനെ ഒരാളില്ല. What about you? ഉണ്ടെങ്കിലും പറയാൻ പറ്റത്തില്ല. നമ്മുടെ റാപ്പിഡ് ഫയർ ഇല്ല, because- സത്യസന്ധമായിട്ട് ഉത്തരം പറയണം, അതാണ്. അല്ല, ഞാൻ ഇൻസ്റ്റാഗ്രാം അത്രയ്ക്ക് നോക്കാറില്ല. ഞാനും മോസ്റ്റ്ലി പ്രൊമോഷൻസിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. എല്ലാം ഒരു മറ്റേ ഡിപ്ലോമാറ്റിക്, അത് പറ്റില്ല കേട്ടോ. ഇനിയുള്ള കുറച്ച് മിസ്റ്റേക്ക് ചോദ്യങ്ങൾ. മെയിൻറ്റെയിൻ ചെയ്യണം, എന്നാലും അതിന് അതെ. ചാർം ഉണ്ടാവും. ഓക്കെ, ഇനിയുള്ള ക്വസ്റ്റ്യൻ. നെയിം വൺ ആക്ട്രസ് യു ഹാവ് എ ക്രഷ് ഓൺ. അത് ബോളിവുഡ് ആവും, ഹോളിവുഡ് ആവും, മലയാളം വേണമെന്നില്ല, എവിടെ നിന്ന് വേണമെങ്കിലും ആകാം. അടുത്ത സിനിമയ്ക്ക് ഞാൻ ഈ ആളുടെ കൂടെ വർക്ക് ചെയ്യുന്നു വിചാരിക്കുന്ന ഒരു ആള്. എനിക്ക് കൊച്ചിൽ എനിക്ക് നമ്മുടെ ധൂം 2 കണ്ടിട്ട് ഐശ്വര്യ ക്രഷ് തോന്നി. ഇപ്പം ജോൺ ചേട്ടൻ അങ്ങനെ ഒരു ആളുണ്ടോ? എനിക്കോ ഒരു ക്രഷ് ഇഷ്ടമുള്ള ഒരാള് ഇനി ഇനി കൂടെ അഭിനയിക്കാൻ പറ്റുവാണെങ്കിൽ അടുത്ത സിനിമയിൽ ഞാൻ കൊണ്ടുവരും എന്ന് പറയുന്ന ഒരാള്? എനിക്ക് സീമ ചേച്ചിയോട് അഭിനയിക്കുന്നത്, പുള്ളിക്കാരുടെ ആംഗളയായിട്ട് ആണല്ലോ തന്റേടിയായ ഒരു പെങ്ങളും ഒരാംഗളയും. അങ്ങനത്തെ സിനിമ ഉണ്ടാവട്ടെ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പുള്ളിക്കാരുടെ പണ്ട് വിന്റേജ് സിനിമകളെ. അതെ അതെ, ഉണ്ടോ അങ്ങനത്തെ ഒരാളുണ്ടോ? ശോഭന ചേച്ചി. ഓക്കെ, എല്ലാം സംഭവിക്കട്ടെ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഇതിനും സത്യസന്ധമായിട്ട് പറയണം. ഇൻഡസ്ട്രിയിൽ കേട്ടൊരു റൂമർ, യു വിഷ് ഇറ്റ് വെ ട്രൂ. എന്തെങ്കിലും ഒരു കാര്യം കേട്ടിട്ട് ഇപ്പോ പറയുവാണെങ്കിൽ ജോണി ചേട്ടൻ ഭയങ്കര കോടീശ്വരനാണ്, അങ്ങനെയൊക്കെ എന്തെങ്കിലും ആയിരിക്കാം, അങ്ങനെ ഒരു റൂമർ കേട്ടിട്ട് ദൈവമേ ഇത് സത്യമായിരിക്കണേന്ന് വിചാരിച്ചൊരു കാര്യം കേട്ടോ? അങ്ങനെ ഒരു റൂമർ നമ്മളെ കുറിച്ച് നമ്മൾ കേട്ടു, അപ്പൊ അത് ഓക്കെ സത്യമായ മതിയായിരുന്നു നമ്മൾ വിചാരിക്കില്ലേ ചില കാര്യങ്ങള്? ഇപ്പൊ കൂട്ടി പറഞ്ഞില്ലേ ഞാൻ നല്ല മനുഷ്യനാണെന്ന്, അത് സത്യമാണെന്ന് തന്നെ എനിക്കത് ആണോ അല്ല അത് ഓക്കെ, പ്രേക്ഷകൻ ചിന്തിക്കല്ലേ ബാക്കി. ഓക്കെ, is there any rumor about you? അങ്ങനെ റൂമർ ഉണ്ടെങ്കിൽ എനിക്ക് കേൾക്കാൻ ഹാപ്പി ആയിട്ടുള്ള റൂമർ എന്തുമായിരിക്കും? ഞാൻ കുറച്ച് ആലോചിക്കട്ടെ, പുള്ളി ഒന്ന്. അത് പറ്റൂല, റാപ്പിഡ് ഫയർ അപ്പൊ ഉത്തരം പറയണം. എന്തായിരിക്കണം? ഞാൻ വളരെ ഹോപ്പ്ഫുള്ളി ഇത് റൂമർ അല്ല, പക്ഷെ വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ആർട്ടിസ്റ്റ് ആണെന്ന് പറയുന്നുണ്ട്. ഞാനത് ഫോക്കസ് ചെയ്യാറ്, ഞാൻ മോസ്റ്റ്ലി എന്റെ വർക്കിൽ ഫോക്കസ് ചെയ്യും. പക്ഷെ ആൾക്കാർ പറയുമ്പോൾ ഞാൻ അത് അങ്ങനെ ഇരിക്കട്ടെ എന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരാളാണ്. റൂമറാണോ ശരിക്കും? അല്ല, ആൾക്കാർ ഇങ്ങനെ ഡിസ്കസ് ചെയ്യൂലോ. എനിക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന വലിയ നടന്റെ കൂടെ ഒരു സിനിമ കണ്ടെന്ന് ആരെങ്കിലും ഒന്ന് റൂമർ അടിച്ചിറങ്ങിയെങ്കിൽ എന്ത് സംഭവിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. മാനിഫെസ്റ്റേഷൻ അങ്ങനെയാണ് നടക്കുന്നത്. അതെ, അത് നടക്കട്ടെ എന്ന് ആഗ്രഹിക്കും. ഓക്കെ, അടുത്തത്, ഇഫ് യു വെർ ടു ഡയറക്ട് എ മൂവി, ജോൺ ചേട്ടാ അടുത്ത ഡയറക്ട് ചെയ്ത മൂവിയുടെ ജോണർ എന്തായിരിക്കും? ഞാൻ ഡയറക്ട് ചെയ്യുന്നു രസികൻ സിനിമ ആയിരിക്കും. എല്ലാത്തരം ഓഡിയൻസിനും ഇഷ്ടപ്പെടുന്ന നമ്മുടെ രസികൻ സിനിമ, നമ്മുടെ ഒരു ഏനികാന്ത് ഫോർമുല. അത്രയോ. ഡിറക്ഷൻ പ്ലാൻസ് എന്തെങ്കിലും? ഞാനൊരു ആക്ടറായിട്ട് ഒരു ഫൗണ്ടേഷൻ ഉണ്ടാക്കട്ടെ. 3 പടം കഴിഞ്ഞതേ ഉള്ളൂ, ഇനി ഒരു 5 വർഷം കഴിഞ്ഞിട്ട് ഞാൻ ഇതിന്റെ ഉത്തരം പറയാം. എന്തെങ്കിലും ഇപ്പൊ പ്ലാൻ ചെയ്തോണ്ടിരിക്കുന്ന ഡിസ്കഷൻ നടക്കുന്ന സിനിമ പക്കാ ഹ്യൂമർ സിനിമയാണ്. ഓക്കെ, എല്ലാരെയും സന്തോഷിപ്പിക്കാനായിട്ട് ഹ്യൂമർ സിനിമ ചെയ്യുമ്പോൾ ഒരു വേറെ സന്തോഷമുണ്ട്. ഇതുപോലത്തെ ഒരു സിനിമ ചെയ്യുമ്പോഴുള്ള ഒരു ഇതല്ല നമുക്ക്. പിന്നെ എപ്പോഴും ആൾക്കാർക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് അറിയില്ല, പ്രണയവും ചിരിയാണ്. ചിരി പെട്ടെന്ന് വിൽക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻഡസ്ട്രിയിൽ നമുക്ക് ഒരു കാര്യം ചേഞ്ച് ചെയ്യാനുള്ള പവർ കിട്ടി, വാട്ട് വിൽ യു ചേഞ്ച്? നമ്മൾ മലയാളം ഇൻഡസ്ട്രീസിന്റെ ബഡ്ജറ്റ് കൂട്ടണം. എനിക്ക് ഇതൊരു കുറച്ചുകൂടി വലിയൊരു ഇൻഡസ്ട്രി ആയിട്ട് മാറ്റണം. നമുക്ക് കുറച്ചുകൂടി റിസോഴ്സസ് വേണം. അതായത് എനിക്ക് തോന്നുന്നത്. കാരണം നമുക്ക് കോണ്ടന്റ് ഉണ്ട്, പക്ഷെ നമുക്ക് അതിന്റെ എല്ലാം യൂസ് ചെയ്യുന്ന റിസോഴ്സസ് ഇല്ല, അതിന്റെ കുറവുണ്ട്. അതെനിക്ക് ഫീൽ ചെയ്യുന്നു. ജോൺ ചേട്ടാ, എന്തെങ്കിലും ഇൻഡസ്ട്രിയിൽ എന്തെങ്കിലും ഒരു കാര്യം ചേഞ്ച് ചെയ്യാനുള്ള ഏറ്റവും വലിയ പവർ ജോൺ ചേട്ടൻ്റെ കയ്യിലാണെന്ന് വിചാരിച്ചാൽ എന്തെങ്കിലും ചേഞ്ച് ചെയ്യുമോ? ഞാനോ? സ്വഭാവ നടന്മാരെയൊക്കെ ഹീറോ ആക്കണമെന്ന് ഞാൻ എന്നാലും സ്വഭാവ നടന്മാരെല്ലാം ഹീറോ ആകാനുള്ള ശ്രമം ഞാൻ നടത്തും. അങ്ങനെ ഒരു ചേഞ്ചിലേക്ക് അത് ഉറപ്പായിട്ട് സംഭവിക്കും. എന്തെങ്കിലും അല്ല, അങ്ങനെ ഇപ്പോഴത്തെ ഒരു ആഗ്രഹമാണ് ശരിക്കും. അത് എല്ലാ ഡയറക്ടേഴ്സിൻ്റെ അങ്ങനെ ആയിരിക്കും. പുതുമുഖ താരങ്ങളെയൊക്കെ വെച്ച് പടം ചെയ്യുമ്പോൾ ഇപ്പോൾ ചില നല്ല സിനിമയാണെങ്കിൽ അത് ആ മൗത്ത് പബ്ലിസിറ്റിയിൽ നല്ലതാണെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ളൊരു ടൈം ഈവൻ തിയേറ്റേഴ്സ് സപ്പോർട്ട് ചെയ്യണമെന്ന് എന്നെ പോലെ എല്ലാ ഡയറക്ടേഴ്സും ആഗ്രഹിക്കുന്നുണ്ട്. അത് തീർച്ചയായിട്ടും വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഈ OTT വന്നിട്ട് നല്ല സിനിമ എന്ന് പറഞ്ഞ പരിപാടി വിട്ടിട്ട് തിയേറ്ററിൽ വരാനുള്ള സമയം ആൾക്കാർക്ക് കൊടുക്കാൻ ഒരു സപ്പോർട്ട് കിട്ടണമെന്ന് ആഗ്രഹിക്കും. ഓക്കെ, ഈ ഒരു ക്വസ്റ്റിനോട് കൂടി നമ്മൾ ഇന്റർവ്യൂ അവസാനിപ്പിക്കുന്നതാണ്. ലാസ്റ്റ് റാപ്പിഡ് ഫയർ ക്വസ്റ്റ്യൻ ആണ്. 1 മലയാളം മൂവി ഡയലോഗ്, എല്ലാ ദിവസവും നമ്മൾ ആവശ്യമായിട്ടൊക്കെ ഉപയോഗിച്ച് പോകുന്ന ഒരു ഡയലോഗ്. 1 മൂവി ഡയലോഗ് യു യൂസ് എവറി ഡേ. സ്വന്തം സിനിമ ഡയലോഗ് എന്തെങ്കിലും ഉണ്ടോ? എന്തായാലും ഞാൻ അറിയാതെ ഇത് പറഞ്ഞു പോകും അങ്ങനെയുള്ള. ഫോർ എക്സാമ്പിൾ ഇങ്ങനെ പറയില്ലേ, നീ തങ്കപ്പനല്ലടാ പൊന്നപ്പൻ, അങ്ങനെയൊക്കെ പറയില്ലേ? ഞാനിത് മിക്കവാറും പറയുന്ന ഡയലോഗ് പറയാറുണ്ട്. ഞാൻ 1 തടവ സ്വർണ്ണ 100 തടവ സ്വർണ്ണ മാതിരി. അത്
തലവർ ഡയലോഗ് ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്. വരാറുണ്ട്. പിന്നെ ഈ പച്ച പള്ളിക്കൂടത്തിൽ പോയിട്ടില്ല ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്. അതെ, നമ്മുടെയൊക്കെ ഉള്ളിൽ അങ്ങനെ കിടക്കുവാണ് ഡയലോഗ്സ് ഇടയ്ക്കിടയ്ക്ക് വരും. രഞ്ജിത്തിന് മലയാളം അത്ര ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുണ്ടോ, ലൈക് പടങ്ങൾ കണ്ടു കണ്ട്? പക്ഷെ ഇങ്ങനെ ഡയലോഗിന്റെ ഇങ്ങനെ വരുന്നില്ല, അങ്ങനെ സ്പെസിഫിക് ആയിട്ട് ഞാൻ സംസാരിക്കുമ്പോൾ. സാറില്ല, ഇനി വന്നോളൂ. എല്ലാ ദിവസവും വൈകിട്ട് ഇങ്ങനെ പറയുമ്പോൾ വേറെ രീതിയിൽ എടുക്കരുത്. ഫ്രണ്ട്സിനെ ഓരോ നാരങ്ങളും കഴിച്ചാലോന്ന് ചോദിക്കാം. ഓക്കെ അപ്പോ നമ്മുടെ ഇന്റർവ്യൂ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ എന്താണ് നമ്മുടെ പ്രേക്ഷകരോട് പറയാനുള്ളത്? May 23 നമ്മുടെ പടം UK ഒക്കെ റിലീസ് ചെയ്യുന്നത്. നിങ്ങൾ എല്ലാവരും ഫാമിലി ഉൾപ്പെടെ യൂത്ത് കാണേണ്ട ഒരു പടം തന്നെയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റും, റെസനേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഒരു നല്ലൊരു പടം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആ പടം കണ്ടു കഴിഞ്ഞിട്ടും അതിനെ പറ്റി ചിന്തിക്കണം. ആ ക്യാരക്ടേഴ്സിനെ നിങ്ങൾ തിരിച്ച് വീട്ടിൽ കൊണ്ടുപോകണം. പറഞ്ഞ പോലെ അത് നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് ഒരു നല്ലൊരു ഉറപ്പായിട്ടൊരു വിശ്വാസമുണ്ട്. സോ ബാക്കി നിങ്ങൾ തിയേറ്റേഴ്സിൽ പോയി നിങ്ങളൊരു വിജയമാക്കണം. അത് പറയാനുള്ളത്. ചേട്ടാ, നമ്മളല്ലേ UK ഒക്കെ ഞാൻ എല്ലാത്തരം ഓഡിയൻസും ഇഷ്ടപ്പെടുന്ന സിനിമയാണ്. പ്രത്യേകിച്ച് യൂത്തും രണ്ട് തരത്തിലുള്ള ആളുകളുടെ. അപ്പോൾ അതുകൊണ്ട് ഫാമിലിയെ പ്രതിനിധീകരിക്കുന്ന ആളുകളാണ് അവർ. അപ്പോൾ അത് തീർച്ചയായിട്ടും അതിൻ്റെ ഒരു പ്രതീക്ഷയുണ്ട്. അഭിമാനത്തോടെയാണ് ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നത്. കാരണം നല്ലൊരു പ്രൊഡക്റ്റ് ചെയ്തിട്ടാണ് ഇവിടെ ഇരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും സമയം സ്പെൻഡ് ചെയ്ത് ഈ പ്രൊമോഷനൊക്കെ ഇത് ചെയ്യുന്നത്. പിന്നെ മാർഗരറ്റിന് ഒരു കോംപ്ലിമെന്റ് ഉണ്ട്. നല്ല ഇന്റർവ്യൂ ആയിരുന്നു. അല്ല, ഇപ്പൊ നിങ്ങളെന്തായാലും പടം കാണില്ലേ? നിങ്ങളുടെ ഒരു കോള് വരണം, UK ഓക്കെ ആണെന്ന്. അതാണ് ആഗ്രഹിക്കുന്നത്, അത് പ്രാർത്ഥിക്കേണ്ടത്. അതിന് പ്രേക്ഷകരും എല്ലാവരും UK ഓക്കെ ആണെന്ന് പറയട്ടെ. ഓക്കെ, അപ്പോൾ എല്ലാവരും May 23 തിയേറ്റേഴ്സിൽ ഉണ്ടാവണം. ഞാൻ എന്തായാലും ഉണ്ടാകും. എല്ലാ പ്രേക്ഷകനും ഒരുപാട് ഇഷ്ടപ്പെട്ടെന്ന ഒരു ഹൃദയഹാരിയായ ഒരു ചിത്രമായിരിക്കും. സോ താങ്ക് യു ഫ്രോം Q Studio. താങ്ക് യു.